പ്രിയമുള്ളവരെ, നമ്മുടെ സദസ്സ് വളരെ നേരത്തെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അഭിവന്ദനായ സമസ്തയുടെ ശബ്ദം അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സുന്നത്ത് ജമാഅത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദുമാരുടെ അനുമതിയോടെ നമ്മളോട് സംസാരിക്കുകയാണ്, ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ മഹനീയമായ ചടങ്ങിന്റെ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ബഹുവന്യനായ അധ്യക്ഷൻ ശൈഖുനാ എ പി മുഹമ്മദ് മുസ്ലിയാർ അവറുകളെ, നമുക്കൊക്കെ പ്രിയങ്കരനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സാരഥി അഭിവന്ദനായ ഉസ്താദ് സി കെ എം സാദിഖ് മുസ്ലിയാർ, ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷൻ സയ്യിദ് UPC തങ്ങൾ, നമ്മുടെ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ നമ്മുടെ വേദിയിലെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സാരഥികളായ തങ്ങളവറുകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളായ സയ്യിദ് KPC തങ്ങൾ, അഭിവന്ദരായ നല്ലായ ഉസ്താദ്, നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുന്നി യുവജന സംഘത്തിന്റെ കർമ്മോത്സുകരായ പണ്ഡിത പ്രതിഭകളായ നേതാക്കൾ, ഞാൻ എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞുകൊണ്ട് സമയദൈർഘ്യമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചരിത്രപ്രസിദ്ധമായ പാലക്കാട്ടെ കോട്ടമൈതാനിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, നേതാക്കൾ, പണ്ഡിതന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് ചേരൽ അവൻ പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുവാനും എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമുദായത്തിന് കരുത്ത് പകരുമാറാവട്ടെ. ഇത് സംഘടിപ്പിക്കുവാനും മനോഹരമായ ഒരു റാലിയും ഒരു നല്ല പൊതുസമ്മേളനവും ഇവിടെ ജനശ്രദ്ധയാകർഷിക്കത്തക്ക വിധം സംഘടിപ്പിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെയും നേതാക്കളെയും, ഈ വിളിയാളം കേട്ട് ഇവിടെ എത്തി ഇതൊക്കെ ഭംഗിയാക്കാൻ കഠിനാധ്വാനം ചെയ്ത മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊരു ദഅവത്തായി കബൂലാക്കുമാറാവട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമുദായം ഈ വിഷയത്തിൽ എന്തൊക്കെ അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്, എന്താണ് ഈ വിഷയകമായി മുസ്ലിം സമൂഹത്തിന്റെ പ്രതികരണം എന്നൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എവിടെ പ്രസംഗിക്കുമ്പോഴും, നമ്മൾ എവിടെ സമ്മേളനങ്ങൾ നടത്തുമ്പോഴും
ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകം ചുമതലപ്പെടുത്തിക്കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യിക്കുന്ന ഒരു സംവിധാനം തീർച്ചയായും ഉണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായാലും വലുതായാലും നമ്മൾ സംഘടിപ്പിക്കുന്ന ഏത് പരിപാടിയും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് നമ്മുടെ ഇസ്ലാമിക ശരീഅത്തിനെ മാറ്റം വരുത്തുവാനും മുഹമ്മദല്ലോ രാജ്യത്തെ നശിപ്പിക്കുവാനും ശ്രമിക്കുന്ന ആളുകൾക്ക് ശക്തമായ ഒരു താക്കീത് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അള്ളാഹു ആ തരത്തിൽ ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയമായി നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങളെക്കാൾ ഏറെ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകളും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും അടങ്ങുന്ന സമൂഹത്തെയാണ്. ഒരുപാട് അമുസ്ലിം സഹോദരങ്ങൾ ഈ വിഷയത്തിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തിക്കൊണ്ട് എന്തിനാണ് മുസ്ലിങ്ങൾ ഇത്ര വാശി പ്രകടിപ്പിക്കുന്നത്? അവർ ഒരു രാജ്യത്തിന്റെ സന്തതികൾ എന്ന രീതിയിൽ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കേണ്ടവരല്ലേ? അവർ ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാനാണോ ശ്രമിക്കുന്നത് എന്നൊക്കെ പ്രസംഗിക്കുകയും ആ വിധത്തിൽ ചില ലേഖനങ്ങളൊക്കെ എഴുതുകയും നമ്മളെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ തീർച്ചയായും നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. നേരത്തെ കരീം സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടി ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ദുരിതപൂർണമായ ഒരു ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ നമ്മളിത് ഒരു ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയോ ഒരു ഭരണകൂടത്തെ എതിർക്കുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനത്തെ താറടിച്ചു കാണിക്കുന്നതിന് വേണ്ടിയോ സംഘടിപ്പിച്ചതല്ല. മറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട്. ആ തലമുറ കുറ്റിയേറ്റ് പോകാത്ത കാലത്തോളം ഇസ്ലാമിക ശരീഅത്തിന്മേൽ തൊട്ട് കളിക്കാൻ ഒരുത്തനെയും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ സംഘടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ ആവശ്യപ്പെടുന്നത് ഒരു പുതിയ ആവശ്യമോ അല്ലെങ്കിൽ അമിത ആവശ്യമോ രാജ്യത്ത് നടക്കാത്തൊരു കാര്യമോ അല്ല. ഈ കൂടി നിൽക്കുന്ന ജനങ്ങൾ ഒന്നും പുതുതായി ആവശ്യപ്പെടുന്നില്ല. നിലവിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനത്തെ കവർന്നെടുക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഭരണഘടനയിലെ 44-ാം വകുപ്പാണ്. നമ്മുടെ ഭരണഘടനയിലെ 44-ാം വകുപ്പ് എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചതുപോലെ അത് നമ്മുടെ ഭരണഘടനയുടെ സുപ്രധാനമായ ഒരു വകുപ്പല്ല. നമ്മുടെ ഭരണഘടനയിലെ സുപ്രധാനമായ വകുപ്പ് എന്ന് പറയുന്നത് ഏതൊന്നിനും ഒരു ബേസിക് പ്രിൻസിപ്പിൾ, അടിസ്ഥാന തത്വമുണ്ടാകും. ഒരു തറയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കെട്ടിപ്പൊക്കുന്നത്. നമ്മുടെ രാജ്യത്തെ തറ എന്ന് പറയുന്നത്, ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന മൗലിക തത്വങ്ങൾ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ മൗലിക അവകാശം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും എക്കാലത്തും നമ്മുടെ രാജ്യം വകവെച്ചു കൊടുക്കേണ്ട അടിസ്ഥാനപരമായ അവകാശമാണ്. എന്നാൽ നമ്മുടെ ഇപ്പോൾ ചർച്ചയെടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് 44-ാം വകുപ്പ് ഒരിക്കലും രാജ്യത്തിന്റെ മൗലികാവകാശമോ മൗലിക തത്വമോ അല്ല. 44-ാം വകുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഒരു മാർഗനിർദ്ദേശക തത്വം മാത്രമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഫണ്ടമെന്റൽ റൈറ്റും ഒരിക്കലും തുല്യമായി ഈ രാജ്യത്ത് ഒരു പൗരനും കാണാൻ പാടില്ല. കോടതി പോലും അങ്ങനെ കാണരുത് എന്ന് വളരെ വ്യക്തമായി നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 44-ാം വകുപ്പിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്നത് ശരിയാണ്. 44-ാം വകുപ്പിൽ കൃത്യമായി പറയുന്നത് സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺ എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാണ്. ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്ന മനുഷ്യരും ഒരു പൊതു സിവിൽ കോഡ് കൊണ്ടുവരാൻ രാജ്യം പരിശ്രമിക്കണം എന്നാണ്. ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ, നമ്മുടെ രാജ്യം അതിന് പരിശ്രമിക്കണം എന്ന് നമ്മുടെ ഭരണഘടന പറയുമ്പോൾ ഈ 44-ാം വകുപ്പ് വെച്ചിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോട് വളരെ വിനയപൂർവ്വം ഏതാനും ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. ഈ 44-ാം വകുപ്പിൽ പറയുന്നത് രാജ്യത്ത് എല്ലാവർക്കും ഒരു പൊതു നിയമം സിവിലായിട്ട് വേണമെന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പൊതുവായി അംഗീകരിക്കുന്നവരാണ്. പക്ഷെ സിവിൽ നിയമത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, എല്ലാ മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ മതപരമായ വ്യക്തിത്വ സംരക്ഷണത്തിന് ആവശ്യമായ ഏതാനും ചില നിയമങ്ങൾ അവർക്ക് മതപരമായി തന്നെ ലഭ്യമാകത്തക്ക വിധമുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലയിലുണ്ട്.
അങ്ങനെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ആ സംവിധാനം നിലനിൽക്കണം എന്ന് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. അതാണ് ഭരണഘടനയുടെ 25-ാം വകുപ്പിൽ പറയുന്ന ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ് പ്രാക്ടീസ് പ്രോപ്പഗേറ്റ് റിലീജിയൻ എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ്. അത് നമ്മുടെ രാജ്യത്തെ 25-ാം വകുപ്പാണ്. ഈ 25-ാം വകുപ്പ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ മൗലിക തത്വമാണ്. നഷ്ടപ്പെട്ടാൽ കോടതിയിൽ ചോദ്യം ചെയ്യാം, ആർക്കും തടയാൻ പാടില്ല. അതിനെ ഹനിക്കുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാനേ പാടില്ല. അതാണ് 25-ാം വകുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ 25-ാം വകുപ്പ് അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് അഥവാ മനസ്സാക്ഷിക്കനുസരിച്ചുള്ള ഒരു വിശ്വാസ സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട മതം തെരഞ്ഞെടുക്കാം, മതം തെരഞ്ഞെടുക്കാതിരിക്കാം. നിങ്ങൾക്ക് ഏത് മതമാണോ ഇഷ്ടപ്പെട്ടത് ആ മതം തെരഞ്ഞെടുത്ത് ജീവിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഭരണഘടന തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ ഈ രാജ്യത്തെ സകല പൗരനും അവകാശമുള്ളപ്പോൾ അതിന്റെ മേലെ 44-ാം വകുപ്പ് നടപ്പാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അപ്പൊ 44-ാം വകുപ്പ് നടപ്പാക്കിയാൽ നല്ലത് എന്നാണ് പറയുന്നത്. 25-ാം വകുപ്പ് നടപ്പാക്കൽ നിർബന്ധവുമാണ്. അപ്പൊ 25-ാം വകുപ്പിനെ അപ്രസക്തമാക്കും വിധം 44 നടപ്പാക്കാൻ കഴിയില്ലല്ലോ. മാത്രമല്ല, ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന 25 മുതൽ 29 വരെയുള്ള വകുപ്പ് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും മതസ്വാതന്ത്ര്യം പൂർണ്ണമായി ഉറപ്പ് നൽകുന്നു. അതാകട്ടെ നമ്മുടെ രാജ്യത്ത് പണ്ട് കാലം മുതൽ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ നമുക്ക് ഭരണഘടനാ ദത്തമായ ഒരു അവകാശം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് 937 മുഹമ്മദൻ ലോ, അതല്ലെങ്കിൽ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട്, അതല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമം. ഈ വ്യക്തി നിയമം അനുസരിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഈ രാജ്യത്ത് വ്യക്തമായ സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല 25-ാം വകുപ്പിനെ കുറിച്ച് പറയുന്നത് ദ ആർട്ടിക്കിൾ 25 ഈസ് വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ആ വാചകത്തിന്റെ ഒരു വൈപുല്യം നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ഒരു പില്ലറാണ്, ഒരു തൂണാണ് 25-ാം വകുപ്പ് എന്ന് നമ്മുടെ ഭരണഘടനയുടെ വ്യാഖ്യാനത്തിൽ പറയുമ്പോൾ ഇതുപോലത്തെ ഒരു വാചകം എവിടെയെങ്കിലും 44-ാം വകുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതാണ് നമുക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. രാജ്യത്തെ അടിസ്ഥാനപരമായ തൂണ് തകർത്തിട്ട് വേണോ അതിന്മേൽ മറ്റൊന്ന് കെട്ടിപ്പൊക്കാൻ? എന്താണ് ഈ ചോദ്യത്തിന്റെ വ്യക്തമായ മറുപടി? വാശി പിടിപ്പിക്കാതെ കാര്യം നിങ്ങൾക്ക് ചർച്ച ചെയ്യാമല്ലോ. മാത്രമല്ല, പിന്നെ എങ്ങനെ 44 കടന്നുകൂടി? അതൊരു ചർച്ചയാണ്. 1947 നമ്മുടെ രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി 1947 മാർച്ച് 28-ന് ഡൽഹിയിൽ യോഗം ചേർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ചേർന്നു. എം.ആർ. മസാനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും കൊണ്ടുവരണമെങ്കിൽ രാജ്യത്ത് ഏകീകരണം ഉണ്ടാകൂ എന്ന് ശക്തമായി വാദിക്കുകയും അതേ തുടർന്ന് നിരന്തരമായ ചർച്ച നടക്കുകയും ചർച്ചക്കൊടുവിൽ അത് തള്ളപ്പെടുകയും ചെയ്തു. ഏക സിവിൽ കോഡ് വാദം കൊണ്ടുവന്ന ആളിൽ നിന്നു തന്നെ അത് എങ്ങനെ നടപ്പാക്കണം എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം ലഭ്യമാകായിക കൊണ്ട് തള്ളിക്കളഞ്ഞു. എന്നാൽ അദ്ദേഹം വീണ്ടും ഒരു യോഗത്തിൽ മാർച്ച് 30-ന് വീണ്ടും ആവർത്തിച്ചു. അന്ന് ഒരു ചെറിയ വോട്ടിന് നേരിയ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായം സ്വീകരിക്കപ്പെടുകയും 35-ാം വകുപ്പ് എന്ന രീതിയിൽ ഇന്നത്തെ 44-ാം വകുപ്പ് അന്ന് 35-ാം വകുപ്പ് എന്ന രീതിയിൽ നമ്മുടെ ഭരണഘടനയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. അതാണ് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരു പൊതു സിവിൽ കോഡ് വേണം എന്ന ഒരു ഭരണഘടനാ വകുപ്പ് കയറിക്കൂടാനുള്ള സാഹചര്യം. അന്ന് കായിദെ മില്ലത്ത് അതിനെ ശക്തമായി എതിർത്തു. മെഹബൂബ് അലി ബേഗ് അതിനെ കുറിച്ച് ശക്തമായി എതിർത്തു. അതുപോലെ തന്നെ ഹസ്രത്ത് മൊഹാനി എതിർത്തു. അവരൊക്കെ ശക്തമായി എന്ന് വാദിച്ചൊരു വാദമുണ്ട്. അവരൊക്കെ മുന്നോട്ട് വെച്ച കായിദെ മില്ലത്തൊക്കെ അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, കായിദെ മില്ലത്തിന്റെ പ്രസംഗങ്ങൾ പഠിച്ചാൽ കാണാൻ കഴിയും. അദ്ദേഹം അന്ന് അടിവരയിട്ട് പറഞ്ഞൊരു കാര്യം, പേഴ്സണൽ ലോ ഷാൽ നോട്ട് ബി ചേഞ്ച്. വ്യക്തി നിയമത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റൂല. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യക്തി നിയമത്തിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയുടെ ആ സമുദായത്തിന്റെ ഒരു നേരത്തെയുള്ള അംഗീകാരം വാങ്ങിയിട്ടല്ലാതെ ഒരു നിലക്കും അത് മാറ്റാൻ പാടില്ല എന്ന് കായിദെ മില്ലത്ത് അതിശക്തമായി പറഞ്ഞു. കായിദെ മില്ലത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടില്ല. കാരണം എന്തുകൊണ്ട്? അന്നത്തെ ഭരണഘടനാ വിജഷന്മാരിൽ പ്രമുഖനായിരുന്ന ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള ആളുകൾ തങ്ങളെ സമൂഹത്തോട് ഞാൻ പ്രസംഗിക്കുന്നത് ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള ആളുകൾ അന്നതിന് പറഞ്ഞ മറുപടി, ഒരിക്കലും നമ്മുടെ രാജ്യത്ത് കായിദെ മില്ലത്ത് അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച ആശങ്ക ശരിയല്ല. കാരണം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ 13(2) കൃത്യമായി പറയുന്ന 13(2) ഭരണഘടന പരിശോധിച്ചാൽ കാണാൻ കഴിയും, നമ്മുടെ രാജ്യത്ത് സ്റ്റേറ്റ് ഷാൽ നോട്ട് മേക്ക് എനി ലോ.
നമ്മുടെ രാജ്യത്ത് ഒരു നിയമം നിർമ്മിക്കാൻ പാടില്ല വിച്ച് ടേക്സ് അവേ ഓർ എവിഡ്സ് ദ റൈറ്റ് കൺഫേർഡ് ഇൻ ദിസ് പാർട്ട്. നമ്മുടെ രാജ്യത്ത് റൈറ്റ് കൺഫേർഡ് ഇൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഭരണഘടനയിൽ പറഞ്ഞ ഈ മതാവകാശം, ആ മതാവകാശത്തെ അപ്രസക്തമാക്കുകയോ ഓർ എബ്രിഡ്ജ് അതിനെ കുറക്കുകയോ ചെയ്യുന്ന ഒരു നിയമം രാജ്യത്ത് നിർമ്മിക്കാൻ പാടില്ല. നമ്മുടെ ഈ ഭരണഘടനാവകാശത്തെ കുറക്കുന്ന ഒരു നിയമം അഥവാ നിർമ്മിച്ചാൽ അതേ ഭരണഘടനാ വകുപ്പിൽ തന്നെ പറയുന്നുണ്ട് ആൻഡ് എനി ലോ മെയ്ഡ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദിസ് ക്ലോസ്. ഈ ക്ലോസിന് വിരുദ്ധമായി അഭിഭാഷകരുണ്ടാവില്ല, അവർക്ക് കൃത്യമായി അറിയല്ലോ. ഈ നിയമം നമ്മുടെ രാജ്യത്ത് ഭരണഘടനാദത്തമായ മതാവകാശത്തെ ഹനിക്കുന്ന തരത്തിൽ എന്ത് നിയമം കൊണ്ടുവന്നാലും ആ നിയമം തീർച്ചയായും അസാധുവായിരിക്കും എന്ന് കൃത്യമായി ഭരണഘടനയിൽ പറയുന്നുണ്ട്. അത് അസാധുവാണെന്ന് പറയുന്ന ഭരണഘടന ഉള്ള കാലത്തോളം നമ്മുടെ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് 44-ാം വകുപ്പിൽ ഉള്ളതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു നിർബന്ധ ബുദ്ധിയിൽ നിലനിർത്തിയതാണ് 44-ാം വകുപ്പ്. ഈ 44-ാം വകുപ്പ് ഇന്ത്യയിൽ എപ്പോഴും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അത് അപകടകരമാണ്. ആ 44-ാം വകുപ്പ് എടുത്തു നീക്കണമെന്നാണ് ഖായിദെ മില്ലത്തും മെഹബൂബ് അലി ബേഗമൊക്കെ അന്ന് പറഞ്ഞത്. അത് എടുത്തു നീക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നമുണ്ടായത്. സത്യത്തിൽ ഈ 44-ാം വകുപ്പിന്മേൽ കയറിപ്പിടിക്കുന്ന ആളുകളോട്, 44-ാം വകുപ്പ് നടപ്പാക്കണമെന്ന് പറഞ്ഞ് കോലാഹലം സൃഷ്ടിക്കുന്ന ആളുകളോട് വളരെ വിനയപൂർവ്വം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന 44-ാം വകുപ്പ് കേവലം ഒരു 44 മാത്രമല്ലല്ലോ, അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലേ? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് കേവലം 44 അല്ല, 34, 36 മുതൽ 51 വരെയുള്ള ഭരണഘടനാ ഗ്രന്ഥത്തിലെ നമ്മുടെ ഭരണഘടന ആർക്കും വായിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിപ്പടി. ഇന്ത്യൻ ഭരണഘടന രഹസ്യമായ സാധനമൊന്നുമല്ല, ആരും പേടിപ്പിക്കണ്ട. 44 വകുപ്പ് ഭരണഘടനയിലുള്ളതാണ്. അതുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ രാജ്യത്തിന് കഴിയും. നിങ്ങൾ അതിൽ വാശി പിടിക്കണം എന്ന് പറയുന്നവരോട് വിനയത്തോടെയും അല്പം ഗൗരവത്തോടെയും പറയട്ടെ, ഭരണഘടന ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും നിങ്ങൾ ആരും വരേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഭരണഘടന സകല ഇന്ത്യൻ പൗരന്മാർക്കും അറിയും. നിങ്ങൾ ഭരണഘടന പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയിൽ ഒരു 44 ഉണ്ടെങ്കിൽ ആ 44-നേക്കാൾ പ്രധാനമായി രാജ്യത്തെ ജനങ്ങൾക്ക് മതാവകാശം വകവെച്ചു കൊടുക്കുന്ന 25-നപ്പുറത്തേക്ക് അത് കടത്താൻ ഒരുത്തനും കഴിയില്ല. പേടിപ്പിക്കേണ്ട കാര്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന കൃത്യമായി നമുക്കൊക്കെ പഠിക്കാൻ പറ്റും. നിങ്ങൾ ഈ പറയുന്ന 44 എന്ന് പറയുന്നത് 36 to 51 16 വകുപ്പാണ്. ആ 16 വകുപ്പിൽ എന്താ ഈ 44-മേൽ മാത്രം കയറി പിടിക്കുന്നത്? അതിൽ തന്നെ ഈ രാജ്യത്തിന്റെ പുരോഗതിയാണ് ലക്ഷ്യമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ രാജ്യത്ത് കൃത്യമായി നടപ്പാക്കേണ്ട ചില വകുപ്പുകൾ. മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന മൊത്തം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ 37-ാം വകുപ്പ് എന്താ? അതിന്റെ 37-ാം വകുപ്പിൽ പറയുന്നു, ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട് ഷാൽ നോട്ട് ബി എൻഫോഴ്സബിൾ ബൈ എനി കോർട്ട്. ഷാൽ നോട്ട് ബി എൻഫോഴ്സബിൾ ബൈ എനി കോർട്ട്. ഒരു കോടതിക്കും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ പറയാൻ പറ്റില്ല. ഈ പറയുന്ന 44-ാം വകുപ്പിന്റെ കൂടെയുള്ള വകുപ്പാണ് 36 മുതൽ 51 വരെ. അതിലെ 37 പറയുന്നു ഒരു കോടതിക്കും ഇത് രാജ്യത്ത് നടപ്പാക്കാൻ പറയാൻ പറ്റില്ല. അപ്പോൾ രാജ്യത്ത് നിർബന്ധിച്ച് നടപ്പാക്കാൻ കോടതിക്ക് പോലും അവകാശമില്ലെങ്കിൽ പിന്നെ ആർക്കും അതിന് അവകാശം? അത് നിർബന്ധിച്ച് നടപ്പാക്കാൻ പാടില്ല, രാജ്യത്ത് നടപ്പാക്കാൻ പറ്റുന്ന സമയത്ത് നടപ്പാക്കാം. അപ്പൊ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കാത്തത്? ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിൽ ഇന്ത്യയിൽ പ്രശ്നമുണ്ടായാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു നിയമമാണ്. ഞങ്ങൾ ഒരിക്കലും കോടതിയിൽ വന്ന് ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമം വേണമെന്ന് പറയാറില്ല. പറയാൻ ഞങ്ങൾ ഒരിക്കലും ഈ രാജ്യത്ത് മുന്നോട്ട് വന്നിട്ടില്ല, വരികയുമില്ല. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഒരു ബഹുമത രാജ്യത്തിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ അവകാശം വേണം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ മാർഗരേഖയും പരിമിതിയും പരിധിയുമുണ്ട്. ആ പരിധി കൃത്യമായി ഇവിടെ നിർവചിതമാണ്. 937 മുഹമ്മദ് ലോയിൽ നിങ്ങൾ പറയുന്നത് പോലെ മുസ്ലിങ്ങളുടെ സകല നിയമങ്ങളും ഉൾപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഞങ്ങളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പേഴ്സണൽ. ഞങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന വിഷയങ്ങൾ അത് അതിപ്രധാനമാണ്. ഞങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ വിവാഹം, വിവാഹമോചനം, അതുപോലെ തന്നെ മെയിന്റനൻസ് എന്ന് പറയുന്ന ജീവനാംശം, മഹർ, അതുപോലെ രക്ഷാകർതൃത്വം, സ്ത്രീകളുടെ പ്രത്യേക സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, വഖഫ്, ട്രസ്റ്റ്, ദാനം, ഈ കാര്യങ്ങളിൽ മാത്രം മുസ്ലിങ്ങൾക്ക് മതപരമായി വല്ല തർക്കവും വന്നാൽ ഉഭയകക്ഷികൾ മുസ്ലിങ്ങളാണെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കണം. രണ്ട് കക്ഷിയും മുസ്ലിം ആണെങ്കിൽ മാത്രം, ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തമ്മിലുള്ള തർക്കത്തിൽ, ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും തമ്മിലുള്ള തർക്കത്തിൽ ഈ വിഷയം ബാധകമേ അല്ല. ഒരു മുസ്ലിമും തമ്മിൽ തർക്കിച്ചാൽ അവന്റെ വിവാഹം, അവന്റെ വിവാഹമോചനം, അവന്റെ വഖഫ്, ട്രസ്റ്റ്, അവന്റെ രക്ഷകർതൃത്വം, മഹർ, സ്ത്രീകളുടെ സ്വത്തവകാശം, ഈ വിഷയത്തിൽ
ഇസ്ലാമിക നിയമം എന്താണോ പറയുന്നത് ആ നിയമം അനുസരിച്ച് അവന് വിധി കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് സൗകര്യമുണ്ട്. ഈ സൗകര്യം ബ്രിട്ടീഷുകാർ തന്നതാണ്. നേരത്തെ കായിദെ മില്ലത്തിന്റെ ഒരു പ്രസംഗത്തിലുണ്ട്, ഇന്ത്യ മഹാരാജ്യത്ത് 44-ാം വകുപ്പ് ചർച്ച ചെയ്തപ്പോൾ കായിദെ മില്ലത്ത് അന്ന് ചെയ്ത പ്രസംഗത്തിൽ പറയുന്നുണ്ട്, 150 കൊല്ലം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ സാഹചര്യം ഒരുക്കിയത് ഈ അവകാശം എല്ലാ മതവിശ്വാസികൾക്കും നൽകിയത് കൊണ്ടാണ്. അത് അന്ന് നൽകിയില്ലെങ്കിൽ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ അപ്പോൾ തന്നെ വമ്പിച്ച കലാപമുണ്ടാകും. അപ്പോൾ ഒരു ഗവൺമെന്റിന് പോലും നിലനിൽപ്പില്ലാത്ത വിധമാകും ഒരു സമൂഹത്തിന്റെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്താൽ. ഇവിടെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും ഇത് ബാധകമല്ല. ഒരു മുസ്ലിം കള്ളു കുടിച്ചൊരു കുഴപ്പമുണ്ടാക്കിയ റോഡിൽ കോടതി ചെന്നാൽ ഞങ്ങൾക്ക് ശരീഅത്ത് നിയമം വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരു മുസ്ലിം വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഒരു മുസ്ലിം കട്ടു, അല്ലെങ്കിൽ ഒരു മുസ്ലിം കൊലപാതകം ചെയ്തു, അത് കോടതിയിലെത്തിയാൽ എങ്ങനെ വിധിക്കണമെന്ന് ഇന്ത്യ തീരുമാനിക്കും. അത് CRPC ആണ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ഒരു നിയമമാണ്. നേരെ മറിച്ച് ഒരു മുസ്ലിമിന്റെ നിക്കാഹ്, അവന്റെ തൊലാക്ക്, ഇത്തരം വിഷയങ്ങൾ, ഉദാഹരണമായി ഈ പ്രശ്നം കോടതിയിൽ വന്നാൽ അവൻ ഹനഫി ആണെങ്കിൽ, പാലക്കാട്ടൊക്കെ കൂടുതൽ ഹനഫികൾ ഉണ്ടാവും, അവൻ ഹനഫി ആണെങ്കിൽ ഷെയ്ഖ് ബുർഹാനുദ്ദീൻ അലി എഴുതിയ അൽ ഹിദായ ഫിൽ ഫുറൂഅ് ഈ ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് വിധി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഷാഫി ആണെങ്കിലോ, ഇപ്പൊ ഞങ്ങളെ പോലത്തെ ഷാഫികളായ ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? അവർക്ക് കൃത്യമായി മിൻഹാജ് അനുസരിച്ചുള്ള വിധി കിട്ടും. ഷിയാക്കളാണെങ്കിലോ അവർക്ക് നജമുദ്ദീൻ ജാഫർ ബിൻ മുഹമ്മദ് ഇല്ലിയുടെ ഷറായിഉൽ ഇസ്ലാം അനുസരിച്ച് വിധി കിട്ടും. ഇത് ബ്രിട്ടീഷുകാർ തന്ന നിയമമാണ്. ഈ നിയമം നമ്മുടെ രാജ്യത്ത് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. എപ്പോൾ ഉഭയകക്ഷികൾ മുസ്ലിങ്ങളാകുമ്പോൾ, മുസ്ലിമും തമ്മിൽ തർക്കിച്ചാൽ മാത്രം ഫത്വ ആലങ്കീരി അനുസരിച്ച് വിധി കൊടുക്കുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം. എന്താ കാരണം? നമ്മുടെ ഭരണഘടനയുടെ 29-ാം വകുപ്പ് പറയുന്നു, ഭരണഘടനയിലെ 29 കൃത്യമാണ്, എനി സെക്ഷൻ ഓഫ് സിറ്റിസൺ റിസൈഡിംഗ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട്, ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ താമസിക്കുന്ന ഏതൊരു മുസ്ലിമോ ആ മുസ്ലിമും ആരാവട്ടെ, അവിടെ പറഞ്ഞ വാചകം എനി സെക്ഷൻ എന്നാണ്, ജാതിയില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾ ഇന്ത്യയിൽ എവിടെ താമസിക്കുന്നവനാണെങ്കിലും ശരിക്കും ശ്രദ്ധിക്കണം. ഭരണഘടന പറയുന്നു, ഇന്ത്യയുടെ ഏത് പാലക്കാട്ടാണെങ്കിലും, മലപ്പുറത്താണെങ്കിലും, കാശ്മീരിലാണെങ്കിലും, പഞ്ചാബിലാണെങ്കിലും എവിടെ താമസിക്കുന്ന എനി സെക്ഷൻ ഓഫ് സിറ്റിസൺ റിസൈഡിംഗ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട്, ഇന്ത്യക്കാരൻ എവിടെ താമസിക്കുകയാണെങ്കിൽ ശരി, ദർ ഓഫ് ഹാവിംഗ് എ ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജ് സ്ക്രിപ്റ്റ് കൾച്ചർ ഓഫ് ഇറ്റ്സ് ഓൺ എന്നാ പറയുന്നത്. ആരുണ്ടാക്കി കൊടുത്തല്ല, അവർക്ക് അവരുടേതായ ഒരു സംസ്കാരമോ അവരുടേതായ ഒരു ലിപിയോ അവരുടേതായ ഒരു ഭാഷയോ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സംസ്കാരം, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ സംസ്കാരമുണ്ട്, എന്റെ ഹിന്ദു സുഹൃത്തുക്കൾക്ക് അവരുടെ സംസ്കാരമുണ്ട്, ക്രൈസ്തവർക്ക് അവരുടെ സംസ്കാരമുണ്ട്. അങ്ങനെ ഓരോ സംസ്കാരമുള്ള ആളുകൾ ഇന്ത്യയിൽ എവിടെ താമസിക്കുകയാണെങ്കിലും ശരി, എന്നിട്ട് ഭരണഘടനയിൽ പറഞ്ഞു ഷാൽ ഹാവ് ടു കൺസർവ്, അവർക്ക് കൃത്യമായി പറയുന്നു, അവർക്ക് റൈറ്റ് ഉണ്ട്, ദ റൈറ്റ് ടു കൺസർവ് ദ സെയിം. കൺസർവ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? കൺസർവ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം എന്താ? പച്ച മലയാളത്തിൽ കൺസർവ് എന്ന പദത്തിനെ പരിഭാഷപ്പെടുത്തിയാൽ കേടുവരാതെ സൂക്ഷിക്കാൻ അർത്ഥം. ഇംഗ്ലീഷ് പഠിച്ച ആളുകളോട് ചോദിക്കും, കേടുവരാതെ സൂക്ഷിക്കാം. അപ്പൊ നമ്മുടെ സംസ്കാരത്തിന് കേടുവരാതെ സൂക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ 29-ാം വകുപ്പ് ഞങ്ങൾക്കെന്നല്ല എല്ലാവർക്കും അവകാശം കൊടുത്തിട്ടുണ്ട്. അതിൽ പക്ഷപാതിത്വമില്ല. ഒരു സിഖുകാരൻ അവന്റെ മതത്തിന് കേടുവരാത്ത വിധം ജീവിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ ഞങ്ങളുടെ മതത്തിന് കേടുവരും എപ്പോൾ? ഞങ്ങളുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മതത്തിന് കേടുപറ്റുന്നത് മുഹമ്മദ് അല്ലോ എടുത്തു നീക്കുമ്പോൾ. മുഹമ്മദ് അല്ലോ എടുത്തു നീക്കിയാലും മുഹമ്മദ് അല്ലോ ഉണ്ടായാലുമുള്ള വ്യത്യാസം എന്താ? ഉദാഹരണം, ഞാനൊരു ചെറിയ ഉദാഹരണം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പോലെ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചു. അവൾ എന്റെ ഭാര്യയാണെന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്ന് പാസ്പോർട്ടിൽ ചേർക്കുവാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവകാശ തർക്കത്തിന്റെ പേരിലോ ഇവൾ എന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ ഇന്നൊരു നിയമക്കോടതിക്ക് മുമ്പിൽ ഞാൻ പോയാൽ എനിക്ക് എന്റെ പള്ളിയിലെ ഖാദിയുടെ ഒരു സർട്ടിഫിക്കറ്റ്, നിക്കാഹ് സർട്ടിഫിക്കറ്റ് മഹല്ല് തന്നാൽ മതി. ആ നിക്കാഹ് ഖബിൽതു മിൻക നിക്കാഹഹ എന്ന് വലിയിൽ നിന്ന് ആ പെണ്ണിനെ ഞാൻ ഏറ്റെടുക്കുന്ന വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ കോടതിക്ക് മുഹമ്മദ് ലോ അനുസരിച്ച് മുസ്ലിം ആണെങ്കിൽ അത് നിക്കാഹ് വിവാഹത്തിന് തെളിവാണ്. മുഹമ്മദ് അല്ലോ എടുത്തു നീക്കിയാൽ അത് സംഭവിക്കില്ല. മുഹമ്മദ് അല്ലോ എടുത്തു നീക്കിയാൽ രജിസ്ട്രേഡ് മാരേജ് നടത്തിയിട്ടുണ്ടോന്ന് നോക്കുക. രജിസ്ട്രേഡ് മാരേജ് നടത്തിയിട്ടുണ്ടോന്ന് മാത്രമേ കോടതി നോക്കൂ. എന്നതുപോലെ ഞാനൊരു ഭാര്യയെ എന്തെങ്കിലും കാരണവശാൽ ഇസ്ലാമിക് രീതിയിൽ തൊലാക്ക് ചൊല്ലി, ഞാൻ തൊലാക്ക് ചൊല്ലി ആ ഭാര്യയ്ക്ക് ശേഷം വേറെ വിവാഹം കഴിച്ചു, ഞാൻ വിവാഹം കഴിച്ച് ജീവിക്കുന്നു, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു, ഞാൻ മരിച്ചു പോകുന്നു. ഞാൻ മരിച്ചതിന് ശേഷം എന്റെ മക്കൾ സ്വത്തോഹരി വെക്കുമ്പോൾ ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെടുന്നു, ഞാൻ ഇയാളെ ഭാര്യയാണ്. ഭാര്യയല്ലെന്ന് ഈ മക്കൾ പറയും. എന്നോ തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്. കോടതിയിൽ ചെല്ലുന്നു, കോടതി തൊലാക്കിന്റെ രേഖ ചോദിക്കുന്നു. പള്ളിയിലെ തൊലാക്കിന്റെ രേഖ കൊടുത്താൽ ആ ഭാര്യയല്ല. ഇന്നത് സ്വീകാര്യമാണ്. എന്നാൽ മുഹമ്മദ് അല്ലോ എടുത്തു നീക്കിയാലോ, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാലോ സ്വാഭാവികമായും ഈ പെണ്ണ് എന്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് ഞാൻ അവളെ തൊലാക്ക് ചൊല്ലിയതിന് ഞാനും അവളും കോടതിയിൽ പോയി രേഖ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്റെ ഭാര്യയായി തുടരും. ഇസ്ലാമികമായി ഭാര്യയല്ലാത്തവളെ ഭാര്യയാക്കുന്നത് ഇസ്ലാമിൽ ഹറാമല്ലേ?
അങ്ങനെ ഒരു സംഗതി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന് ഹാനികരമല്ലേ? അപ്പോൾ ഇറ്റ്സ് ഓൺ കൾച്ചർ എന്ന് പറയുന്ന സ്വന്തം കൾച്ചർ തടസ്സപ്പെട്ടില്ലേ? 29-ാം വകുപ്പിന് തടസ്സമായി, 25-ാം വകുപ്പിന് തടസ്സമായി. അതെങ്ങനെ പറ്റുമോ? അതാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ വഖഫ് ഭൂമി ഞങ്ങളുടെ പ്രിയപ്പെട്ട പള്ളിക്ക് വേണ്ടി ഞങ്ങൾ വഖഫ് ചെയ്തു. ആ വഖഫ് ഭൂമി വാഖഫിന്റെ ഇട്ടപ്രകാരം ഡെഡിക്കേറ്റഡ് പ്രോപ്പർട്ടി ഓഫ് ഗോഡ്, അതങ്ങനെ തന്നെ ചെലവാക്കണം. ഞങ്ങളുടെ മയ്യത്ത് വെക്കുന്നു, ആ മയ്യത്ത് വെച്ചുകൊണ്ട് മയ്യത്തിന്റെ ആചാരപ്രകാരം കബറടക്കുന്നു. ഒരാൾ ചെന്ന് കോടതിയിൽ പരാതിപ്പെടുന്നു, ആ മയ്യത്ത് അവിടെ വെക്കുന്നതുകൊണ്ട് പ്രകൃതിക്ക് ദുരന്തമുണ്ട്. ഇന്നാരും അത് പറഞ്ഞിട്ട് ഫലമില്ല. കാരണം എന്താ? എല്ലാവർക്കും അവനവന്റെ കൾച്ചർ സംരക്ഷിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നാളെ പിറ്റേന്ന് ഒരാൾ വന്നുകൊണ്ട് പറയുന്നത് കോടതി സ്വീകരിക്കുമ്പോൾ നമ്മളെ വിളിക്കും, നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്തിനാ മയ്യത്ത് മണ്ണിൽ വെക്കുന്നത്? ഞങ്ങൾ പറയും ഞങ്ങളുടെ ആചാരമാണ്. കോടതി പറയും അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഒരു ആചാരം ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മയ്യത്ത് ദഹിപ്പിക്കാം. നമുക്ക് ദഹിപ്പിക്കാൻ പറ്റുമോ? അതാണ് യൂണിഫോം സിവിൽ കോഡ് വന്നാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കുഴപ്പം. നറ പറയും നിലവിളക്കും കൊളുത്തിയിട്ടാണോ നിക്കാഹ്? അതല്ല, ഏത് രീതിയിലാണ് നിക്കാഹ്? അത് ഭരണകൂടം പറയണം. ഒരു ഭരണകൂടം രാജ്യത്തൊരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോ, യൂണിഫോം എന്ന് പറയുമ്പോൾ ഐക്യരൂപ്യം എന്നാണല്ലോ ഇതിനർത്ഥം. പോലീസുകാരുടെ യൂണിഫോം കാക്കിയാണ്, കമ്പനി തൊഴിലാളികൾക്ക് ഒരു യൂണിഫോം ഉണ്ടാവും, ഉസ്താദുമാരുടെ യൂണിഫോം വെള്ളയാണ്. ഞാൻ ചോദിക്കട്ടെ, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോ കോഡ് ഏതാണ് കോഡ് എന്ന് പറ. ഈ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്ന മതനിയമം ഏതാണെന്ന് പറ. അതിന് കോഡിന് ഡ്രസ്സിന് കളറുള്ളതുപോലെ കോഡിന് നിയമം ഉണ്ടാവില്ലേ? ഹിന്ദു നിയമമാണോ കൊണ്ടുവരുന്നത്? ശരീഅത്ത് നിയമമാണോ കൊണ്ടുവരുന്നത്? ഇസ്ലാമിക ശരീഅത്ത് നിയമം കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എന്താ കാരണം? ഞങ്ങളിവിടെ 20% ഉള്ളൂ, 80% മുസ്ലിങ്ങളാ. 20% വരുന്ന മുസ്ലിങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാൻ അവസാനിപ്പിക്കും. വിഷയങ്ങൾ അല്പം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കൾച്ചർ സംരക്ഷിക്കാനുള്ള നമ്മുടെ അവകാശം നഷ്ടപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ഏക സിവിൽ കോഡ് വരിക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിംകളാദി പിന്നോക്ക ജനവിഭാഗത്തിനൊക്കെ അവനവന്റെ കൾച്ചർ സംരക്ഷിക്കാനുള്ള കൃത്യമായ മാർഗരേഖയും മാനദണ്ഡവും നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതനുസരിച്ച് രാജ്യത്ത് ഈ ഏക സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ അപകടം വരും. മാത്രമല്ല, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന ആളുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ പ്രധാനമുള്ള വകുപ്പുകൾ ഈ 45ന്റെ കൂടെ ഉണ്ടല്ലോ. 16 വകുപ്പുകളിൽ ഒന്നല്ലേ 44? രാജ്യത്തിന്റെ പുരോഗതിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഇതിനെ ന്യായീകരിക്കുന്ന ആരാണെങ്കിലും ശരി, ഭരണകൂടത്തിന് അമിത പിന്തുണ കൊടുക്കുന്ന ആരാണെങ്കിലും ശരി, അവരോട് വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കുന്നു, നമ്മുടെ ഭരണഘടന 45-ാം വകുപ്പ് എന്താ? ഭരണഘടന 45-ാം വകുപ്പ് പറയുന്നത് സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു പ്രൊവൈഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 10 years. വിത്തിൻ എ പീരീഡ് ഓഫ് 10 years എന്ന് പറഞ്ഞിട്ട് എന്റെ കാലം പറയുന്നത് ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ നമ്മുടെ രാജ്യം നൽകാൻ ബാധ്യസ്ഥമാണ്. എന്ത് നൽകാൻ ബാധ്യസ്ഥമാണ്? കൃത്യമായി പറയുന്നു, ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. നമ്മുടെ രാജ്യത്ത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം ഫോർ ഓൾ ചിൽഡ്രൻസ് അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 14 years. ദ ഏജ് ഓഫ് 14 years സമയബന്ധിതാണ് വിഷയം. നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് 14 വയസ്സാകും മുമ്പ് ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഈ രാജ്യം നിർബന്ധിതമായും ഇവർക്ക് നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തിരിക്കും. ഇത് നമ്മുടെ രാജ്യത്ത് ഇന്നും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണകൂടത്തിന്റെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നത് വലിയ വിഷയമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വിദ്യാഭ്യാസമില്ലാത്ത എത്ര ആളുകളുണ്ട്? നോർത്ത് ഇന്ത്യയിൽ വിദ്യാഭ്യാസമില്ലാത്ത നിരവധി ആളുകൾ, വിവരമില്ലാത്തവർ, സ്കൂളിൽ പോകാത്ത ആളുകൾ. നമ്മളൊന്ന് സഞ്ചരിക്കണം. ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഭീംപൂർ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ ഒരു ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ഇന്നലെ ഞാൻ പങ്കെടുത്തു. നാട് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ബംഗാളിൽ കണ്ട എന്താ? വിദ്യാഭ്യാസമില്ലാത്ത കൊച്ചുപ്രായത്തിലുള്ള കുട്ടികൾ പാടത്ത് പണിയെടുക്കും. കറ്റകെട്ടുന്നവർ, അതുപോലെ തന്നെ നിലം ഉടുന്നവർ, കൈക്കോട്ടെടുക്കുന്നവർ, സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ കുട്ടികൾ സ്കൂൾ ടൈമിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങൾ ഹോട്ടലിൽ പോയി നോക്കൂ.
നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വന്ന കുട്ടികൾ അവിടെ പ്ലേറ്റ് കഴുകുന്നവരുണ്ടാവും. ഇവിടെ സിമെന്റിന്റെ പണിക്ക് വരുന്ന ആളുകൾ നോക്ക് നിങ്ങൾ, ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾ, ആസാമിൽ നിന്ന് വരുന്ന ആളുകൾ, ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ആളുകൾ, അവരൊക്കെ വിദ്യാഭ്യാസം നേടേണ്ട സമയത്ത് പണിയായുധവുമായി പുറപ്പെട്ട എന്തുകൊണ്ട്? അവരെയൊക്കെ വിദ്യ നൽകാൻ 14 വയസ്സിന് മുമ്പ് നമ്മുടെ രാജ്യം ഏറ്റെടുത്ത് ബാധ്യസ്ഥമാണെന്ന് പറയുന്ന ഭരണഘടന എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? അത് നടപ്പാക്കാൻ ഒരു വിളിയാളം നമ്മുടെ രാജ്യത്ത് ഉയരുകയാണെങ്കിൽ നമുക്ക് സമീപിക്കാമായിരുന്നു അത്തരം ആളുകളെ. മറിച്ച് ലക്ഷ്യം നന്മയാണെങ്കിൽ ഒന്നാമത് നടപ്പാക്കേണ്ടതാണ്. ഇനി അതല്ല, സ്ത്രീകളുടെ കണ്ണീരാണോ വിഷയം എങ്കിൽ അവർ ചെയ്യേണ്ട പണി എന്താ? 47-ാം വകുപ്പ് എടുക്കണം. 47-ാം വകുപ്പ് പറയുന്നു പ്രോഹിബിറ്റേഷൻ, നിരോധനമാണ് പറയുന്നത്. വളരെ കൃത്യമായി പറയുന്നു, കൺസെപ്ഷൻ എക്സെപ്റ്റ് ഫോർ മെഡിസിനൽ പർപ്പസ്. മെഡിസിനൽ പർപ്പസിനല്ലാതെ ഉപയോഗിക്കാനേ പാടില്ല എന്ന നിയമം കൊണ്ടുവരണം ഈ രാജ്യത്ത്. ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, മനുഷ്യനെ ലഹരി പിടിപ്പിക്കുന്ന സാധനം. അത് എന്താണെങ്കിലും ശരി, കള്ളാണെങ്കിലും ശരി, ആ ലഹരി പദാർത്ഥങ്ങൾ എന്താവട്ടെ നിരോധിക്കാൻ നിയമം കൊണ്ടുവരണം. ആ നിയമം കൊണ്ടുവരണമെന്ന് പറയുക മാത്രമല്ല, വിച്ച് ആർ ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്നുകൂടി ഭരണഘടനയിൽ പറയുന്നു. രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? ഈ രാജ്യത്ത് മദ്യനിരോധനം ഇല്ലാത്തതിന്റെ പേരിൽ, മദ്യം ഒഴുകുന്നതിന്റെ പേരിൽ എന്തൊക്കെ കലഹങ്ങൾ ഉണ്ടാകുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, റോഡ് ആക്സിഡന്റുകൾ ഉണ്ടാകുന്നു. ഈ ആക്സിഡന്റുകളും ഈ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിൽ ഫീച്ചർ വന്നത് ഇപ്പൊ എന്റെ ഓർമ്മയിൽ വരികയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സ്ത്രീ തടവുകാരുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷവും ഈ മദ്യം ഭർത്താക്കന്മാർ കഴിച്ചതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നത്തിൽ ഇടപെട്ടവരാണ്. സ്വന്തം മക്കളെ മാനഭംഗപ്പെടുത്താൻ ഭർത്താവ് കള്ളുകുടിച്ചു വരുമ്പോ ചെരവെടുത്ത് അടിച്ചിട്ടും കത്തിയെടുത്ത് കുത്തിയിട്ടും ഭർത്താക്കന്മാരെ കൊല്ലേണ്ട, മകളുടെ സ്ത്രീത്വം കാത്തുരക്ഷിക്കാൻ ഭർത്താവിനെ കൊല്ലേണ്ടി വന്ന 4-5 പെണ്ണുങ്ങളുടെ കഥ പത്രത്തിൽ വായിച്ചു. എന്താ കാര്യം? മദ്യമാണ് ദുരന്തത്തിന് കാരണം. ഈ സാമൂഹ്യ ദുരന്തത്തിന്റെ താക്കോൽ ഉമ്മുൽ ഖബായിസ് എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ലോകത്തെ മുഴുവൻ മതനായകന്മാരും സാംസ്കാരിക നായകന്മാരും പറഞ്ഞ ഈ മദ്യനിരോധനം എന്ന് പറയുന്ന ഏർപ്പാടിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചില്ലല്ലോ. എന്നതുപോലെ തന്നെ ഭരണഘടന 46-ൽ പറയുന്നു, ഈ രാജ്യത്തെ അടിസ്ഥാന പിന്നോക്ക വർഗത്തെ സമുദ്ധരിക്കണം. പ്രത്യേകിച്ച് ഹരിജൻ പിന്നോക്ക ജനവിഭാഗം. ഹരിജൻ പിന്നോക്ക ജനവിഭാഗത്തെ കുറിച്ച് പറഞ്ഞ വാചകത്തിൽ പറയുന്നത്, പ്രൊട്ടക്ട് ദം ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഓൾ ഫോം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. എല്ലാ ചൂഷണത്തിൽ നിന്ന്, ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന എല്ലാ ചൂഷണത്തിൽ നിന്നും അവരെ രക്ഷിക്കണമെന്ന് ഭരണഘടന പറയുന്നു. രക്ഷിച്ചോ? ഇന്നും നമ്മുടെ ആൾക്ക് കിട്ടിയോ? ഞാൻ ചോദിക്കട്ടെ, നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ച അപകടകരമായ അവസ്ഥ നോക്കുന്നില്ല. മണിശങ്കർ അയ്യരെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റിൽ മണിശങ്കർ അയ്യർ പ്രസംഗിച്ചത് രേഖയിലുണ്ടെങ്കിൽ നോക്കിയാൽ കാണും. അദ്ദേഹം പറഞ്ഞു, മഹാരാഷ്ട്രയിൽ ഒരു ക്ഷേത്രത്തിന്റെ വരാന്തയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ മഴ നനഞ്ഞിട്ട് വിറച്ചിട്ട് അഭയം തേടി. ആ മനുഷ്യനെ കല്ലെടുത്തെറിഞ്ഞു കൊന്നു. എന്തിന്? ആ ക്ഷേത്രത്തിൽ സവർണന്മാർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ, അവർണന്മാർക്ക് കയറാൻ പാടില്ല. അവർണനായ ആള് സവർണന്റെ ക്ഷേത്രത്തിന്റെ വരാന്തയിൽ ജീവൻ രക്ഷിക്കാൻ തണുത്ത് പറച്ചപ്പോ കോരിച്ചൊരിയുന്ന മഴയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി എറയത്ത് കയറിന്നു, പടിയിൽ കയറിയിട്ടില്ല. ആ മനുഷ്യനെ എറിഞ്ഞു കൊന്നു എന്ന് ഇന്ത്യയുടെ പാർലമെന്റിനെ വിറപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ശ്രീ മണിശങ്കർ അയ്യർ. എന്താ മഹാരാഷ്ട്ര പറയണം? നമ്മുടെ ഈ കേരളം പറഞ്ഞാ പോരെ? തിരുവനന്തപുരത്ത് കൃത്യമായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ രജിസ്ട്രേഷൻ IG, അദ്ദേഹത്തിന്റെ പേര് രാമകൃഷ്ണൻ എന്നാണ് ഓർമ്മ, ഒരു പത്രം എഡിറ്റോറിയൽ എഴുതി, ഞാൻ വെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. അയാൾ റിട്ടയർ ആയി. IAS ഓഫീസർ റിട്ടയർ ആയപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അടുത്ത് ചാർജ് എടുക്കാൻ വരുന്ന ആള് ഓഫീസിൽ വന്ന് കൊടുത്ത നിർദ്ദേശം എന്താ? അയാൾ കൊടുത്ത നിർദ്ദേശം, ഒന്ന് ഓഫീസ്, കാറ്, ആ സീറ്റ്, ഇത് 3 ചാണകമടിച്ചു തെളിച്ചു കഴുകണം. ചാണകമടിച്ചു തെളിച്ച് കഴുകണം. എന്തുകൊണ്ട്? പോയ ഓഫീസർ ഹരിജനാണ്, വരുന്ന ഓഫീസർ സവർണനാണ്. ഈ നിർദ്ദേശം കൊടുത്തു. ഞാൻ പച്ചയായി പറയുന്ന മലയാള മനോരമ പത്രം അത് എഡിറ്റോറിയൽ എഴുതി. ഞാനതെടുത്ത് സൂക്ഷിച്ചിട്ട് നോക്കണം നിങ്ങൾ. ഒരു IG, IAS റാങ്കിലുള്ള IG റിട്ടയർ ചെയ്യുമ്പോൾ വേറൊരാൾ വന്നിട്ട് സർക്കാരിന്റെ കാറും സർക്കാരിന്റെ ഓഫീസും സർക്കാരിന്റെ കസേരയും ചാണകം അടിച്ച് തെളിച്ച് കഴുകാൻ പറഞ്ഞ സംഭവം സാംസ്കാരിക പ്രബുദ്ധ കേരളത്തിലുണ്ടായി. എങ്ങനെയാണ് അവരെ പ്രൊട്ടക്ട് ദം ഫ്രം ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് ഭരണഘടന എഴുതി വെക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഗാന്ധിജി ജീവിക്കുന്ന കാലത്ത് മുഴുവൻ അൺടച്ചബിലിറ്റി ഈസ് ദ ക്രൈം അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് മാൻ. അദ്ദേഹം പറഞ്ഞ വാചകമാണ്. ഇല്ലന്റെ പോലെ എത്ര കാലം എഴുതി വെച്ചു. ഇല്ലന്റെ കൊണ്ട് നടന്നപ്പോ അസ്പൃശ്യത ഈശ്വർ और मानव के प्रति अपराध है. മാറ്റു അത്. ഇതൊന്നും മാറ്റാതെ നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ വരുന്ന ഈ ആളുകൾ രാജ്യത്തിന്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അഭിപ്രായമില്ല. അവിടെയാണ് നമുക്ക് പ്രശ്നം. അപ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഈ ശരീഅത്ത് മാറ്റുന്നതിന് നിങ്ങൾക്ക് എന്താ വാശി? ഒരു കാര്യം പറയുന്നു, ഇസ്ലാമിന്റെ ശരീഅത്ത് നിങ്ങളെന്നല്ല ഞങ്ങൾ പോലും വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. ഒരാൾക്കും അതിന് അള്ളാഹുവിന്റെ ഭൂമിയിൽ അധികാരമില്ല.
അത് അധികാരമില്ല. കാരണം എന്താ? അത് അള്ളാഹുവിന്റെ നിയമമാണ്. പക്ഷെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമെന്ന് മുഹമ്മദ് അല്ലോ, അതേ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഞങ്ങൾ അതിനെക്കുറിച്ച് പറയാം. ശരീഅത്ത് നിങ്ങൾ മാറ്റിയാലും മാറൂല. ആ ഭയപ്പാട് ഞങ്ങൾക്കില്ല. ഇസ്ലാമിന്റെ ശരീഅത്ത് ഒരുത്തരും മാറ്റാൻ കഴിയില്ല. ശരീഅത്ത് നിയമത്തിന്റെ മേൽ ആരും കളിക്കൂല. കളിച്ചിട്ട് കാര്യമില്ല, അള്ളാഹുവിന്റെ നിയമമാണ്. പക്ഷെ മുഹമ്മദ് അല്ലോ മാറ്റാൻ കഴിയും. മുഹമ്മദ് അല്ലോ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴും അതിനെതിരെ ജനാധിപത്യ മാർഗത്തിൽ പൊരുതാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങളൊരു പക്ഷേ നോട്ട് മാറ്റിയതുപോലെ മുഹമ്മദ് അല്ലോ മാറ്റാൻ വന്നാൽ ആഞ്ഞടിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകും. അതിശക്തമായി നമ്മളതിനെ പൊരുത്തും. ജീവന്റെ പ്രശ്നമാണത്. ഒരു മനുഷ്യന്റെ റൂഹ് നിലനിൽക്കുന്നുവെങ്കിൽ അവന്റെ മതം അതിന്റെ കൂടെ വേണം. കാരണം നമുക്ക് വാശിയില്ല. തിൽക ഹുദൂദല്ലാഹ് ഫലാ തഅതദൂഹാ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അല്ലാഹുവിന്റെ നിയമത്തെ അതിലംഘിച്ചാൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ. നാളെ പടച്ചറബിന് മുമ്പിൽ അക്രമിയായി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. അതിന് നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ പരിധി ലംഘിക്കാൻ നമുക്ക് കഴിയില്ല. ഇത് വാശിയല്ല. പിന്നെ ഒരു മുസ്ലിം രാജ്യത്തും ഇത് മാറ്റിയിട്ടില്ല. ഏതെങ്കിലും മുസ്ലിം രാജാവ് തന്റെ താല്പര്യത്തിനനുസരിച്ച് വല്ല നിയമവും കൊണ്ടുവന്നെങ്കിൽ മുസ്ലിങ്ങൾ അതിനെ കുറ്റപ്പെടുത്തണ്ട. ഒരു രാജാവിന്റെ മനസ്സിലല്ല ഇസ്ലാം ഉള്ളത്. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്കൊരു നിയമം ഞാൻ തന്നിരിക്കുന്നു, ആ നിയമം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ ഫത്തബിഉഹാ വലാ തത്തബിഉ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ എന്ന് കൃത്യമായി പറഞ്ഞില്ലേ. ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ വിഷയത്തിനും ശരീഅത്ത് വേണമെന്നല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പരിമിതമായ ബ്രിട്ടീഷുകാർ തന്ന അവകാശമെങ്കിൽ ഇവിടെ നിലനിന്നാ മതി. അത് ഹിന്ദുവിനുണ്ടല്ലോ, ഹിന്ദുക്കൾക്ക് പ്രത്യേക വ്യക്തി നിയമമുണ്ട്. ഹിന്ദു പേഴ്സണല്ലോ. ക്രിസ്ത്യാനികൾക്കുണ്ടല്ലോ. സിഖുകാരനുണ്ടല്ലോ, കൃപാൻ, അവൻ എവിടെ ഉപയോഗിക്കാം. നമ്മൾ ആരെങ്കിലും ഒരു വാള് കൊന്ന് പാലക്കാട് ടൗണിലൂടെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ഒരു വാളും പിടിച്ച് ട്രെയിനിലോ കയറിയാൽ എങ്ങനെ ഉണ്ടാവും? നേരെ മറിച്ച് കൃപാൻ കൃത്യമാണ്. ദ വിയറിംഗ് ആൻഡ് കാരിങ് ഓഫ് കൃപാൻസ്, വിയറിംഗ് ആൻഡ് കാരിങ്, അത് കൊണ്ടു നടക്കുകയും ചെയ്യുക, കൈ പിടിക്കുകയും ചെയ്യുക. ഷാൽ ബി ഡീംഡ് ടു ബി ഇൻക്ലൂഡ് ഇൻ ദ പ്രൊഫഷൻ ഓഫ് സിഖ് റിലീജിയൻ. അത് അവരുടെ സിഖ് റിലീജിയനിലെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത വൃത്തിയുടെ ഭാഗമാണ്. ഈ ജീവിത വൃത്തിയുടെ ഭാഗമായ ഒരു സിഖുകാരന് വാള് കൊണ്ട് നടക്കാമെങ്കിൽ മുസ്ലിമിന് എന്തുകൊണ്ട് കൊണ്ട് നടന്നൂടാ? മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? നമുക്കത് അവകാശം തന്നിട്ടില്ല. നമ്മുടെ ഈ റോഡിലൂടെ ശരിക്കും ഒരാൾ നല്ല ഒരു സിംഗ് തലപ്പാവ് കെട്ടിയിട്ട് പോവുകയാണെങ്കിൽ പോലീസ് അവനെ പിടിച്ചിട്ട് അയാളോട് നിങ്ങൾ ഒരിക്കലും ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയില്ല. നേരെ പള്ളിയിലെ ഉസ്താദ് എത്ര വലിയ തലക്കെട്ട് കെട്ടിയാലും 100 രൂപ കൊടുക്കേണ്ടി ഹെൽമെറ്റ് വെക്കാതിരുന്നാൽ എന്താ? അതങ്ങനെയാണ്. നമുക്കിതിന് പരാതിയൊന്നുമില്ല. അതിന് പരാതിയൊന്നുമില്ല. കാരണം അത് രാജ്യത്തിന്റെ നിയമം. അവർക്കൊന്ന് വേറെ, നമുക്കൊന്ന് വേറെ, പേഴ്സണലാണ്. ആ കാര്യം കൊണ്ട് ഇവിടെ യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞങ്ങൾ തലപ്പാവിന്റെ മേലെ ഹെൽമെറ്റ് വെക്കണമെന്ന് അതൊക്കെ ഒഴിവാക്കാൻ കഴിയുമ്പോൾ ഹെൽമെറ്റ് വെക്കാൻ കഴിയും. പക്ഷെ നിക്കാഹ് അങ്ങനെ നടത്താൻ പറ്റും, തൊലാഖ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ പെണ്ണുങ്ങളെ കണ്ണീരൊപ്പലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചതെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യ മഹാരാജ്യത്തെ എത്ര പെണ്ണുങ്ങളെ കണ്ണീര് കുടിപ്പിച്ചവരാ നിങ്ങൾ? ഒന്നും വേണ്ട. മുഹമ്മദ് അഖ്ലാഖിനെ കൊന്നപ്പോ അയാളുടെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചോ? അയാളുടെ പെൺമക്കളെ കുറിച്ച് ചിന്തിച്ചോ? ബീഫ് കഴിച്ചു എന്നതിന്റെ പേരിൽ ഒരു മനുഷ്യനെ പട്ടിയെ തല്ലിക്കൊല്ലും പോലെ കൊന്നു കുഴിച്ചു മൂടിയില്ലേ? ആ മനുഷ്യന്റെ ഭാര്യയെക്കുറിച്ചോ മക്കളെ കുറിച്ചോ നിങ്ങൾക്ക് ചിന്തയുണ്ടോ? ഒരു ഗർഭസ്ഥ ശിശുവിനെ ഗുജറാത്തിൽ ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് കീറിയിട്ട് തൃശൂലം കൊണ്ട് കുത്തിപ്പൊക്കിയിട്ട് ഒരു പപ്പടം കാച്ചും പോലെ അത് നേരെ തീയിലേക്കിട്ട് ആ കുഞ്ഞിനെ പൊള്ളിച്ചെടുത്തുകൊണ്ട് കാണിച്ച രംഗം വല്ല ശിക്ഷയും നിങ്ങൾ അവർക്ക് കൊടുത്തോ? എത്ര സ്ത്രീകൾക്ക് മാനഭംഗം നേരിടേണ്ടി വന്നു ഗുജറാത്തിൽ? എന്തേ ചിന്തിക്കാതിരുന്നത്? സ്വന്തം ഭാര്യയായി തെരഞ്ഞെടുത്ത യശോദാബെൻ എന്ന് പറയുന്ന പെണ്ണിനെ, ആ പെണ്ണിനെ പോലും പ്രധാനമന്ത്രി കൈയൊടിച്ചില്ലേ? എന്നിട്ട് അദ്ദേഹം ഉത്തരേന്ത്യയിൽ പ്രസംഗിക്കുന്നു, മുസ്ലിം പെണ്ണുങ്ങളെ കണ്ണീരൊപ്പാനാണ് ശരീഅത്ത് മാറ്റുന്നത്. നമ്മൾ അവരോട് വിനയത്തിന്റെ ഭാഷയിൽ, മിതമായ ഭാഷയിൽ പറയുന്നു, സ്വന്തം കെട്ടിയ പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റിയിട്ട് മതി മുസ്ലിം പെണ്ണിന്റെ കണ്ണീരൊപ്പൽ. അത് മതി. ആ പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാനുള്ള മാന്യതയിലും കാണിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു മുത്തലാഖാണ് പ്രശ്നം. മുത്തലാഖ് എന്ത് പ്രശ്നം? മുത്തലാഖ് പറഞ്ഞ് പഠിപ്പിക്കാൻ വരുന്നവരോട് വിനയപൂർവ്വം പറയട്ടെ, ഇസ്ലാമിൽ തൊലാഖ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധവിച്ഛേദനത്തിനുള്ള അടിസ്ഥാന മാർഗമാണ്. ഒരു പെണ്ണിനെ ഒരുത്തനെ വിവാഹമോചനം നടത്താൻ 3 തൊലാഖ് വേണമെന്നില്ല. ഒരു തൊലാഖ് ചൊല്ലിയാലും അവന്റെ ഭാര്യയല്ലാതാകും. മുത്തലാഖ് എന്നാൽ അതൊരു അപകടകരമായ സംഗതിയാണെന്ന് ആരാ പറഞ്ഞുണ്ടാക്കിയത്? മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 തൊലാഖ്. ഈ 3 തൊലാഖ് അത് ഇസ്ലാമിക നിയമപ്രകാരം 3 തൊലാഖ് ഒന്നിച്ച് ചൊല്ലിയാൽ 3ഉം പോകും. ആ വിഷയത്തിൽ അഇമ്മത്തുൽ അർബഅക്ക് അഭിപ്രായ വ്യത്യാസമില്ല, സമത്വക്ക് അഭിപ്രായ വ്യത്യാസമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ചില ആളുകൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്, അത് നമ്മൾ ഗണിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി ചെയ്യേണ്ടത്, ഒരു പെണ്ണിനെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ആദ്യം ഈ പെണ്ണിന്റെ കുടുംബവും നമ്മുടെ കുടുംബവും യോജിപ്പുണ്ടോ എന്ന് നോക്കണതാണ് കഫാത്ത്. ഇസ്ലാം പറയുന്നു, ആ കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണിനെ നമ്മുടെ കുടുംബത്തിൽ ശരിക്കും താമസിക്കാനുള്ള സൗകര്യം റെഡിയാണോ, അവൾക്ക് ഇതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുമോ എന്ന ഒരു യോജിപ്പ് നോക്കണം. ഒന്ന്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആ പെണ്ണിനെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ പുരുഷനോട് പറയുന്നു, നിനക്ക് അവളെ കൊണ്ടുവന്ന് പോറ്റാൻ കെൽപ്പുണ്ടെങ്കിൽ നീ കെട്ടിയാൽ മതി. മൂന്നാമതായി സുന്നത്താണ്. ഒരു പെണ്ണിനെ നോക്കൽ ഹറാമാണ്. കെട്ടാൻ പോകുന്ന പെണ്ണാണെങ്കിലോ കാണൽ സുന്നത്താണ്. അങ്ങനെ വിവാഹത്തിന് വേണ്ടി വേദിയിൽ വെച്ചുകൊണ്ട് നമ്മൾ നിക്കാഹ് ചൊല്ലുമ്പോൾ
ഖബിൽതു മിൻക നികാഹഹ എന്ന പദം ഈ പുരുഷൻ ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ പറഞ്ഞു വഖദ് അഖദന മിൻകും മീസാഖൻ ഖലീലാ, വളരെ ബലിഷ്ഠമായ ഒരു കരാറാണ് കൊടുത്തിരിക്കുന്നത് ആ പെണ്ണിന്. ആ കരാർ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. വിവാഹമൂല്യം ആ പെണ്ണിന് കൊടുത്തിരിക്കണം. ഇസ്ലാം നിഷ്കർഷിച്ചു ഇങ്ങനെ ഒരിക്കലും പിരിയാത്ത ബന്ധം. ഇനി അഥവാ മനുഷ്യരായതുകൊണ്ട് ഈ രണ്ടു പേർ തമ്മിലുള്ള ജീവിത മധ്യേ എന്തെങ്കിലും അഭിപ്രായാന്തരം വന്നാൽ ഒന്നാം ഘട്ടം തൊലാഖല്ല, 3 തൊലാഖ് ഒന്നിച്ച് ചൊല്ലാവതല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ എന്ന് പറയുന്നതിന്റെ മറുപടി മദ്യപിക്കുന്നവരുണ്ടല്ലോ, എന്നാ മദ്യം നിരോധിക്ക്. മുത്തലാഖ് നിരോധിക്കുമ്പോൾ മദ്യം നിരോധിക്ക്. അങ്ങനെ ചെയ്യുന്നവർ വട്ടിപ്പലിശ ഇസ്ലാമിൽ ഹറാമാണ്, വാങ്ങുന്നവരുണ്ടല്ലോ. പക്ഷെ 3 തൊലാഖ് ഒന്നിച്ച് ചൊല്ലിക്കൂടാ. 1 തൊലാഖ് തന്നെ ചൊല്ലണമെങ്കിൽ 4 സ്റ്റെപ്പ് കഴിയണം. 1-ാം സ്റ്റെപ്പ് പിണക്കം ബാധിച്ചാൽ ഉപദേശം, ഫഅ്ലൂഹുന്ന. 2-ാം സ്റ്റെപ്പ് സഹശയനം വെടിയൽ, വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ. 3-ാം സ്റ്റെപ്പ് വദ്രിബൂഹുന്ന, ശിക്ഷ നടത്തുക. 4-ാം സ്റ്റെപ്പ് ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ, കൗൺസിലിംഗ്. 2 കുടുംബത്തിലെയും പ്രധാനികൾ വന്നുകൊണ്ട് ചർച്ച ചെയ്യണം, കാലിക്കിടപെടാം. എന്ത് മനോഹരം! ഒരു ദാമ്പത്യത്തിൽ എന്തെങ്കിലും ഇടർച്ച വന്നാൽ ആദ്യം അവർ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ, പിന്നെ അവർ സഹശയനം വെടിഞ്ഞ് മെന്റൽ ട്രീറ്റ്മെന്റ് നടത്തട്ടെ. അതിനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവർ ചെറുതായി ശിക്ഷ കൊടുക്കേണ്ടി വരും, നിന്റെ ഈ പ്രവർത്തനം ശരിയില്ലെന്ന് ബോധ്യപ്പെടുത്താൻ. അതും കഴിഞ്ഞിട്ട് കാരണവന്മാർ ചർച്ച ചെയ്യണം. 4 പണിയെടുത്തിട്ട് യോജിക്കാത്ത പക്ഷമോ അല്ലാഹു പറയുന്നു ഇൻ യുരീദാ ഇസ്ലാഹ യുവഫിഖില്ലാഹു ബൈനഹുമാ. ഈ 4-ാമത്തെ സ്റ്റെപ്പിൽ അള്ളാഹു യോജിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ യോജിപ്പിക്കും. അള്ളാഹു ഉദ്ദേശിച്ചില്ലേ പിന്നെ യോജിക്കാതിരിക്കല്ല നല്ലത്. അപ്പൊ പിന്നെ പിരിയാൻ നല്ലത്. അല്ലെങ്കിലാണ് ചിലപ്പോൾ സ്റ്റൗ പൊട്ടി ഭാര്യ മരിക്കൽ. അങ്ങനത്തെ ഗതി വേണ്ട, അത് ഇസ്ലാമിലില്ല. അതുകൊണ്ട് പിരിയേണ്ട ഒരു ഘട്ടം വന്നാൽ 1 തൊലാഖ് ചൊല്ലാം. 1, അതാണ് 5-ാം സ്റ്റെപ്പ്. 6-ാമത്തെ സ്റ്റെപ്പ് ഉണ്ട്, ഇതാ കാലഘട്ടത്തിൽ അവളെ സംരക്ഷിക്കണം. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കുടുംബത്തിൽ പിളർപ്പുണ്ടാവുമോ ചിന്തിക്കും നിങ്ങൾ. ഇനി മറ്റൊന്ന്, അങ്ങനെ ചെയ്താൽ തന്നെ വലാ യഹില്ലു ലക്കും അൻ തഖുദൂ മിമാ ആതൈതുമൂഹുന്ന ശൈഅ. തൊലാഖ് ചെല്ലുമ്പോൾ നീ 5 പവനോ 10 പവനോ മഹർ കൊടുത്തെങ്കിൽ തിരിച്ചു വാങ്ങാൻ പാടില്ല. നീ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കൂടാ, നിന്റെ മഹർ പോയി. 10 പവൻ മഹർ കൊടുത്താലും അത് അവൾക്ക് പോയി. മാത്രമല്ല വൈൻ അസമു തൊലാഖ്, നിങ്ങളൊരു പെണ്ണിനെ തൊലാഖ് ചെല്ലാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അസമു ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഫഇന്നല്ലാഹ സമീഉൻ അലീം. എന്തിനാ വാക്കോടെ പറയേണ്ട ആവശ്യം? നിങ്ങളൊരു പെണ്ണിനെ തൊലാഖ് ചെല്ലാൻ വിചാരിച്ചാൽ അള്ളാഹു കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഈ പെണ്ണിനെ ദ്രോഹിക്കാനാണ് ഇത് ചെയ്തെങ്കിൽ പടച്ചറ പറയും, നാളെ തന്നെ പിടിക്കും. അതാണ് എന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അബ്ഗദുൽ ഹലാലാണ്. അള്ളാഹ് ഹലാലാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ വെറുപ്പുള്ള സംഗതി അതാണ്. മറ്റൊന്ന്, ഒരാളൊരു പെണ്ണിനെ തൊലാഖ് ചൊല്ലുമ്പോൾ യഹ്തസ്സു ബിഹി അർശുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊള്ളുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറബിന് അത്ര വെറുപ്പാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, പെണ്ണിനോട് വലഹുന്ന മിഥുലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. ആണിനും പെണ്ണിനും പരസ്പരം ചില കടമകളുണ്ട്, അവരോട് മര്യാദക്ക് പെരുമാറണം. ലോകത്ത് വിവാഹമുണ്ടോ, യോജിക്കാത്ത പക്ഷം പിരിയേണ്ടി വരും, അത് ഉറപ്പല്ലേ. മാരേജ് ആൻഡ് മോറൽസ് എന്നൊരു പുസ്തകമുണ്ട്, ബട്ടൺ റസൽ. ലോകത്തെ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച് ഗ്രന്ഥമെഴുതിയ റസൽ പറയുന്നു, വേർ എ മാരേജ് ഇസ് ചൈൽഡ്ലെസ്, ഒരു ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ഗതി വന്നാൽ ഡൈവോഴ്സ് മേ ബി ഓഫൺ ദ റൈറ്റ് സൊല്യൂഷൻ. ഡൈവോഴ്സ് മേ ബി ഓഫൺ ദ റൈറ്റ് സൊല്യൂഷൻ. ശരിയായ മാർഗം പിന്നെ ഡൈവോഴ്സ് തന്നെയാണ്. ആര് പറയുന്നു? ബട്ടൺ റസൽ പറയുന്നു. എന്നാൽ ഇസ്ലാം പറയുന്നതോ? ഇസ്ലാം പറയുന്നു, അങ്ങനെ ഒരു പെണ്ണിന് കുഞ്ഞുണ്ടാവുന്നില്ല എങ്കിൽ ആ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് ആ പെണ്ണിനെ നിലനിർത്തിക്കൊണ്ട് വേറെ വിവാഹം കഴിക്കാം. അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതിലേക്ക് പിന്നീട് വരാം. അപ്പൊ സത്യത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, വിവാഹം ഒരിക്കലും പിരിയാത്ത ബന്ധമായി നിലനിൽക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്നാൽ വിവാഹം ഉള്ളിടത്ത് മോചനം ഉണ്ടാവും, എത്ര വലിയവരാണെങ്കിലും. ഇപ്പൊ കേരള നിയമസഭയിൽ തന്നെ ഇവിടെ MLA ഷാഫി, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ സിനിമാ നടന്മാർ വിവാഹമോചനം നടത്തിയ ആൾക്കാരുണ്ടല്ലോ. അവർ വലിയ സമ്പന്നരാണ്, സൗകര്യമുള്ള ആളുകളാ. നോക്ക് നിങ്ങൾ, വിവാഹം നടത്തിയ എത്ര സിനിമാക്കാർക്കൊക്കെ എന്തൊക്കെ സൗകര്യമുണ്ട്. മുത്തലാഖാണോ പ്രശ്നം? നിങ്ങൾ പറ. ഇപ്പൊ നമ്മുടെ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ആളുകൾ, പ്രിയദർശൻ, മുകേഷ്, ഗണേഷ്, ദിലീപ്, ജയൻ, മനോജ്, ബാല, ഒരു തസ്ബീഹുമാലെടുത്ത് അത് തീരൂല, കുറെ ഉണ്ട്. അയ്യെങ്കിൽ അങ്ങനെ കഴിയില്ല, ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ വിവാഹം നടത്തിയ മുത്തലാഖല്ല പ്രശ്നം. മഞ്ജു വാര്യർ, ഉർവശി, ഗൗതമി, കാവ്യ മാധവൻ, സുകന്യ, ശാന്തികൃഷ്ണ, പ്രിയാരാമൻ, രേവതി, രോഹിണി, ഇനി വേണം. ഇങ്ങനത്തെ എണ്ണം സാധനം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇവരൊക്കെ വിവാഹം നടത്തിയത് മുത്തലാഖും പറഞ്ഞ് ഇസ്ലാമിന്റെ മേക്കിട്ട് കയറല്ലേ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ശരീഅത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശരീഅത്ത് ഞങ്ങളെ പഠിപ്പിക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊന്നും ശരീഅത്തിന്റെ ഇരകളല്ല.
ഇസ്ലാമിന്റെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഖൈറു മതാഇ ദുനിയ, ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്കാണ് പെണ്ണെന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നേരെ മറിച്ച് നമ്മുടെ ചില മതങ്ങളൊക്കെ, ഓരോ മതങ്ങളും സ്ത്രീകളെ കുറിച്ച് ഓരോ കാഴ്ചപ്പാട് പറയും. ഇപ്പൊ മഹാഭാരതത്തിലെ അധ്യായം 40 കൃത്യമായി പറയുന്നുണ്ട്, ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയുന്നൊരു വാക്കുണ്ട്, സ്ത്രീകളെക്കാൾ പാപിയായ വസ്തുവൊന്നില്ല നന്ദന, കത്തും തീയാണ് പെണ്ണുങ്ങൾ, മയമായകളാം വിഭോ എന്നാ പറയുന്നത്. അങ്ങനെ പറയുന്നത് അത് അതിന്റെ കുറ്റമല്ല, അത് ചില സന്ദർഭങ്ങൾക്കനുസരിച്ചാ. ചിലപ്പോ പെണ്ണുങ്ങൾ കത്തും കത്തിക്കും. സരിത കത്തിച്ചില്ലേ, ഗവൺമെന്റിനെ താഴെ വീഴ്ത്തിയില്ലേ? ഇതിനേക്കാൾ വലിയ കത്തലെന്താ ഒരു ഗവൺമെന്റിനെ താഴെ ഒരു പെണ്ണിന് കഴിയാന്ന് പറഞ്ഞാൽ? അപ്പൊ സ്വാഭാവികമായും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളവരുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പഴയകാല സങ്കല്പങ്ങളുടെ സ്ത്രീ സാങ്കല്പ്യങ്ങളെ ഒക്കെ മാറ്റിമറിച്ചത് ഇസ്ലാമിന്റെ കടന്നുവരവാ. അപ്പൊ നമ്മുടെ രാജ്യത്തെ പഴയകാല സങ്കല്പങ്ങളെ കുറിച്ച് നോക്ക് നിങ്ങൾ. നമ്മുടെ രാജ്യത്തുള്ള പഴയ സങ്കല്പമുള്ള ശ്രീലാവതി, ആരാ ശ്രീലാവതി? ഒരു നല്ല പെണ്ണ് ശീലാവതി ആവണമെന്ന. ശീലാവതി എന്ന് പറഞ്ഞാൽ ശീലാവതിയുടെ ഭർത്താവ് ഉഗ്രശ്രവസ, അയാൾ കുഷ്ഠരോഗിയാണ്, അയാൾക്ക് വ്യഭിചരിക്കണം. വ്യഭിചരിക്കാൻ വേണ്ടി കുഷ്ഠരോഗിയായ സ്വന്തം ഭർത്താവിനെ കൊട്ടയിൽ താങ്ങിയെടുത്തുകൊണ്ട് വ്യഭിചാരശാലയിൽ കൊണ്ടുപോയി വെക്കുന്ന പെണ്ണ്, അവളാ ശീലാവതി. പഠിക്കും നിങ്ങൾ ചരിത്രം, അവിടെയാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക നിലനിന്ന കാലത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ കടന്നുവരവ് സമൂഹത്തിൽ എത്ര മാറ്റം ഉണ്ടാക്കി. ഇപ്പൊ നിങ്ങൾ കൃത്യമായി പഠിച്ചു നോക്ക്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ വിവാഹമോചിതകളായ സ്ത്രീകളുടെ എണ്ണം ഹിന്ദു സമൂഹത്തിൽ 68%, മുസ്ലിം സമുദായത്തിൽ 33.3%. ഇസ്ലാമിനെ ആക്ഷേപിക്കുമ്പോൾ കണക്കൊന്ന് പഠിക്കുക, ഡാറ്റ പഠിച്ചിട്ട് പറ. നമ്മുടെ കേരളത്തിൽ ഒരു കൊല്ലത്തിനിടയിൽ മേശപ്പുറത്ത് കണക്ക് വെച്ചല്ലോ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 12,386 വിവാഹമോചനം നടന്നു. 12,386 ഏറ്റവും കൂടുതൽ വിവാഹമോചനം കൊല്ലം ജില്ലയിൽ 1783. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 1386, അത് കഴിഞ്ഞാൽ എറണാകുളത്ത് 1914, മലപ്പുറത്തോ 398. മേക്കിട്ട് കേരള ഇസ്ലാമിന്റെ. അത് ചെയ്യുമെന്ന് പഠിക്ക്, വിഷയങ്ങളെ കുറിച്ച് പഠിക്ക്. നേരെ മറിച്ച് അതിനേക്കാൾ വലിയ അപകടമുണ്ടാക്കിയ ആളുകൾ നമ്മുടെ രാജ്യത്തിലെ ബാഗുൺ സുഹറായി അറിയോ നിങ്ങള്? ബാഗുൺ സുഹറായി എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ MP ആണ്. അയാൾ 67-ാമത്തെ വയസ്സിലാണ് 58-ാമത്തെ വിവാഹം കഴിച്ചത്. അത് ഇന്ത്യ മഹാരാജ്യത്ത് നടന്നു. മുസ്ലിങ്ങൾക്ക് അത് പറ്റില്ല. മുസ്ലിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് നിങ്ങൾ ഈ സംസ്ഥാനം അങ്ങോട്ട് കടന്നാൽ അപ്പുറത്ത് കരുണാനിധിക്ക് 3 ഭാര്യമാർ. അതിൽ ഒരു ഭാര്യ മാത്രമേ ഭാര്യയാകൂ, പത്മാവതി മാത്രമേ ഭാര്യയുള്ളൂ. ബാക്കിയുള്ള 2 പേരും രാജാത്തി അമ്മാളും ദയാലു അമ്മാളുമാരാ. അവർ 2 പേരും മക്കളുടെ അമ്മയാണെന്നേ പറയാൻ പാടുള്ളൂ. അതങ്ങനെയാണ്. 3 ഭാര്യമാർ പാടില്ല. പക്ഷേ അങ്ങനെ വിവാഹം കഴിക്കാൻ ഭാര്യ അനുവദിച്ചാൽ ആവാം. അവരങ്ങനെ ഇരിക്കും, പക്ഷെ അവരെ മക്കൾക്ക് പോലും സ്വത്തവകാശമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ജാഹിലിയ്യത്തിന്റെ തീരത്തേക്ക് ഇസ്ലാമിന്റെ നാവിക കപ്പൽ വന്ന്, ഇസ്ലാമിന്റെ സമാധാന കപ്പൽ വന്ന് നങ്കൂരമിട്ടപ്പോ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. ബഹുഭാര്യത്വത്തിന്റെ വിഷയത്തിൽ മുസ്ലിങ്ങൾ പുറകിലാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ കാന്തി പ്രകാശിന്റെ പഠനമനുസരിച്ച് 1000 പേരിൽ 75 പേർ ബഹുഭാര്യത്വം ഇന്ത്യയിൽ മറ്റു മതങ്ങളിൽ സ്വീകരിക്കുമ്പോൾ മുസ്ലിങ്ങൾ 1000 പേരിൽ 15 പേർ മാത്രമേ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നുള്ളൂ. ഇന്ത്യ ഗവൺമെന്റിന്റെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഡോക്ടർ BK റോയ് ബർമന്റെ പഠനം 1975 പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ബഹുഭാര്യത്വം മുസ്ലിങ്ങൾ 5ാം സ്ഥാനത്താണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ 4 പേർ കൂടുതൽ ആളുകൾ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നവരുണ്ട്. ഇതല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഇസ്ലാം പറഞ്ഞു, നീ ഒരു പെണ്ണ് മാത്രം കെട്ടിയാൽ മതി. ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ കഴിയാത്ത പക്ഷം നീ ഒരു വിവാഹം കഴിച്ചാൽ മതി. നീതി പാലിക്കാൻ കഴിയുമോ? നിനക്ക് ചില പ്രത്യേക ഘട്ടത്തിൽ ഭാര്യമാരെ കൂടുതൽ സ്വീകരിക്കേണ്ടി വരും. അതെല്ലാം മതങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. സ്ത്രീകളോട് മര്യാദക്ക് പെരുമാറണം. മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല മാന്യൻ. ഭാര്യമാരോട് വൃത്തികേട് ചെയ്യുന്നവൻ ആരാണ്? അവൻ നീചനാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഒരു പെണ്ണിനോട് നമ്മൾ ചെയ്യേണ്ടത്? ഭാര്യയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അലാ വഹഖുഹുന്ന അലൈക്കും. നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഹക്ക് അൻ തുഗ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വഫീ തുആമിഹിന്ന. നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും കൊടുക്കലാണ്. ഇപ്പൊ ഇത് പറയുമ്പോ പിന്നീട് പറയുന്ന ഒരു വാചകമുണ്ട്, ഇസ്ലാമിൽ ഒരിക്കലും തുല്യതയില്ല, സ്ത്രീ പുരുഷ സമത്വമില്ല. അതുകൂടി 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ തുല്യത എന്ന് പറയുന്ന വിഷയം ഒരിക്കലും സമൂഹത്തിൽ അള്ളാഹു ഉണ്ടാക്കാതിരുന്നാൽ എങ്ങനെ ഉണ്ടാവാനാ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ച എന്താ? ഇന്നലെയും ചർച്ച എന്താ? ഒരു അമ്പലത്തിൽ സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ച് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്താ സ്ത്രീകളെ കാര്യം മാത്രം ചർച്ച ചെയ്യുന്നത്? അപ്പൊ എന്തോ ചെറിയ വ്യത്യാസമുണ്ട്. ശബരിമലയിലേക്ക് യുവതികൾക്ക് കയറാൻ പാടില്ല. ഇന്നും ഇപ്പൊ പത്രത്തിൽ ചർച്ചയുണ്ട്, പമ്പയിൽ കുളിക്കാൻ പാടില്ല. എന്താ? അപ്പോൾ സ്ത്രീകൾക്ക്, നമ്മൾ അവിടെ സ്ത്രീകൾ കയറണമോ കയറണ്ടയോ എന്ന് പറയേണ്ട ആളുകളല്ല. അമുസ്ലിം സഹോദരങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ഏത് അമ്പലത്തിൽ ആരെ കയറ്റണമെന്ന് അവരാ തീരുമാനിക്കേണ്ടത്. അതിലൊരിക്കലും നമ്മൾ ഇടപെടില്ല. നമ്മളോട് ഇസ്ലാം പറഞ്ഞത് അവരെ വേദനിപ്പിക്കാൻ പാടില്ല, അവരെ മതചടങ്ങിൽ ഇടപെടാൻ പാടില്ല. പക്ഷെ ഒരു യുവതിക്ക് കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ സ്ത്രീകൾ തുല്യരല്ല എന്ന് വരുന്നില്ലേ? അങ്ങനെ എല്ലാ മതത്തിലും ഇല്ലേ? ഇപ്പൊ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടവക ഭരിക്കേണ്ടത് ഒരു ഫാദറാണ്. ഫാദർ സ്ഥാനത്ത് ഒരിക്കലും ഫാദർ ഇല്ലാതെ മദർ സുപ്പീരിയർ വരില്ലല്ലോ. പോപ്പിന്റെ സ്ഥാനത്ത് പോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ സ്ഥാനത്ത് ഒരു മാറുമാമ ലോകത്തുണ്ടാവില്ലല്ലോ. എന്താ കാരണം? അവിടെ ഒരു സ്ത്രീ വരാൻ പറ്റില്ല.
അപ്പൊ എല്ലാ മതത്തിലും ഇനി അതല്ല ഭൗതിക കാര്യം തന്നെ നോക്ക് നിങ്ങൾ. വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്വിറ്റ്സർലൻഡാണ് അതിന്റെ കേന്ദ്രം. അവരുടെ ഒരു കൃത്യമായ കണക്ക് പത്രത്തിലുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ പെട്ടിക്കോളം ന്യൂസ് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ ബാങ്കിൽ ക്യൂ നിൽക്കാൻ പോയ സമയത്തായിരിക്കും. അതുകൊണ്ടാണ് സംഭവം കൃത്യമായി വന്നിരുന്നു. അതിൽ കാണുന്നത് 144 രാജ്യത്ത് അവർ പഠിച്ചു. 144 രാജ്യത്ത് പഠനം നടത്തിയിട്ട് അവർ പറഞ്ഞു ലോകത്ത് 170 കൊല്ലത്തേക്ക് സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാവില്ല. അവർ പറയുന്നു ലോകത്ത് എവിടെ അങ്ങനെ ഇല്ല. ഏറ്റവും കൂടുതൽ സ്ത്രീ മെമ്പർമാർ പാർലമെന്റിൽ ഉള്ളത്, ടോട്ടൽ മെമ്പർമാരുടെ കൂട്ടത്തിൽ സ്ത്രീകൾ കൂടുതലുള്ള രാജ്യം റുവാണ്ടയാണ്. ആ റുവാണ്ടയിൽ പോലും ഒരിക്കലും സ്ത്രീകളും പുരുഷനും തുല്യനായിട്ടില്ല എന്ന് ഈ കണക്ക് പറയുന്നു. കൃത്യമായി പത്രത്തിൽ വന്നിരുന്നു. അവർ വെറുതെ പഠിച്ചതല്ല, 5 ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് പഠിച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, സമ്പത്ത്, രാഷ്ട്രീയം. ഈ 5 ഡാറ്റ ബേസ് ചെയ്ത് അവർ പഠിച്ചിട്ട് ആ ഡാറ്റാ ബേസ് സ്റ്റഡിയിൽ അവർ പറയുന്നു ഒരിക്കലും സ്ത്രീ പുരുഷ സമത്വം ലോകത്തുണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെയാണ് കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വം എന്ന് ഇനി പ്രകൃതി അല്ലാത്തൊരു സംഗതി എങ്ങനെ മനുഷ്യനുണ്ടാക്കാൻ പറ്റും? നിങ്ങൾ ഡോക്ടറെ കണ്ട് ചോദിക്കുന്ന പോയിട്ട് ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം, ജനിച്ചു വീടുന്ന ഒരു കുഞ്ഞാണെങ്കിലും ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ എന്തൊക്കെ വ്യത്യാസം? ഹൈറ്റിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ. പ്രകൃതിപരമായി പെണ്ണുമാണ് നമ്മൾ വ്യത്യാസം. ഹൈറ്റിന്റെ കാര്യത്തിൽ ഒരു പെണ്ണിന്റെ ആവറേജ് ഹൈറ്റ് 165 സെന്റിമീറ്റർ, പുരുഷന്റേതോ പുരുഷന്റെ 165, സ്ത്രീയുടേത് 152. വ്യത്യാസമുണ്ട്, കുറവുണ്ട്. മാത്രമല്ല അതുപോലെ വെയിറ്റോ ഒരു പുരുഷന്റെ ആവറേജ് വരുന്നത് 70 സ്ത്രീയുടെ 55. ബ്ലഡ്, നമ്മുടെ ശരീരത്തിൽ എത്ര ബ്ലഡ് വേണം? ഒരു പുരുഷനാണെങ്കിൽ ആവറേജ് പുരുഷന്റെ ശരീരത്തിൽ 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെ ബ്ലഡ് ഉണ്ടാവും. ഒരു പെണ്ണിന്റെ ശരീരത്തിലോ 4 മുതൽ 5 വരെ ഉണ്ടാവുള്ളൂ. എന്താ ഞങ്ങൾക്ക് 1 ലിറ്റർ കുറവെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അതിന് ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല. അത് അള്ളാഹ് അങ്ങനെ തന്നത്. അപൂർവങ്ങൾ ചിലതിലോ വന്നാതിരുക്കൽ മഴതൂമി എന്നൊക്കെ ഉസ്താദന്മാർ പഠിപ്പിച്ചുള്ളത്. ഒരു കലോറി, ഒരു മനുഷ്യൻ ഒരു ദിവസം അധ്വാനിക്കുമ്പോൾ അവന് വേണ്ട ആരോഗ്യത്തിന് വേണ്ട ഭക്ഷണത്തിന്റെ ഊർജത്തിന്റെ അളവാണ് കലോറി. ഒരു പുരുഷന് 2000 മുതൽ 3000 കലോറി വരെ വേണം, പെണ്ണിനോ 1500 മുതൽ 2400 വരെ മതി. ഇത് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ടല്ലോ. അപ്പൊ തുല്യത എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ തുല്യതയ്ക്ക് വേണ്ടി ഇപ്പൊ ചില ആളുകൾ വീട് കയറിയിട്ട് നമ്മുടെ സ്ത്രീകളോട് ഇസ്ലാമിക ശരീഅത്തിലെ മുത്തലാഖും ബഹുഭാര്യത്വവും നിരോധിക്കണമെന്ന് പറഞ്ഞ ഒപ്പുശേഖരണം നടത്തുന്നുണ്ട്. ഈ ഒപ്പുശേഖരണം നടത്തുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ ആളുകളൊക്കെ ഏത് തൊലാഖിന്റെ ഇരകളാ? എന്റെ വിവാഹമോചനം അവരൊക്കെ നടത്തിയത് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയാണോ നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ സമ്പന്നവർഗം കള്ളുകുടിച്ച് കണ്ണു തുറപ്പിച്ച് പെണ്ണിനെ തുണിയഴിപ്പിച്ച് ആടുന്ന ഏർപ്പാടിന്റെ ക്യാബറേ, ആ ക്യാബറേ ഡാൻസ് നിരോധിക്കാൻ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഒപ്പ് ശേഖരിക്ക്. എന്നിട്ട് നിർത്താൻ നോക്ക്. നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് കടപ്പാടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ തുണിയടിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മാംസം വിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ശബ്ദിക്കും. നിങ്ങള് കച്ചവടം കൊടുപ്പിക്കാൻ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ കടയുടെ മുമ്പിൽ നിർത്തിയിട്ട് ആണുങ്ങളെ ആകർഷിക്കുന്ന തമ്മാടിത്തം ചെയ്യുന്ന അത്തരം ബിസിനസ് വൽക്കരിക്കപ്പെടുന്ന സ്ത്രീത്വത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്, പഠിക്ക്. എന്നിട്ട് പറ, തൊഴിൽ രംഗത്തെ പീഡനം സ്ത്രീകൾക്കുണ്ട്, അതിനെക്കുറിച്ച് പഠിക്ക്. വിമാനത്തിലെ ഹെയർ ഹോസ്റ്റസ്മാർക്ക് വരെ പലരും വിവാഹ നിയന്ത്രണം, അല്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ തന്നെ ഇത്ര കൊല്ലം കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല, ജോലി പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്ക്. സ്ത്രീകളെ നിങ്ങൾ പരിവർത്തിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. മുത്തൊലാഖ് കൊണ്ടൊന്നും ഒരു പെണ്ണിനും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. 3 തൊലാഖ് എന്ന് പറയുന്നത് പെണ്ണിന്റെ സ്വാതന്ത്ര്യം ശരിക്ക് വകവെച്ചു കൊടുത്തതാ. അനിയന്ത്രിതമായ തൊലാഖായിരുന്നു ഇസ്ലാമിൽ. ഇഷ്ടം പോലെ തൊലാഖെല്ലാം, ഇഷ്ടം പോലെ തൊലാഖെല്ലാം. ഒരു പെണ്ണിനെ 100 വട്ടം 10 വട്ടം ഒക്കെ ചെല്ലാം. പക്ഷേ ഒരു പുരുഷനോട് പറഞ്ഞു, നീ ആ കളി പെണ്ണിനോട് കളിക്കണ്ട, ആ തൊലാഖ് മറത്താനി 2 വട്ടമേ പറ്റൂ മടക്കിയെടുക്കാൻ. 3-ാം വട്ടം തൊലാഖ് ചെല്ലിയാൽ പിന്നെ ആ പെണ്ണിനെ നിനക്ക് കിട്ടൂല, കിട്ടണമെങ്കിൽ നിക്കാഹ് ചെയ്യാനും പറ്റൂല, ചെയ്യണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് എന്ന് പുരുഷനെ പേടിപ്പിച്ച് പഠിപ്പിച്ചു ഇസ്ലാം. അത് പെണ്ണിന്റെ സുരക്ഷിതത്വമാണ്. അത് മനസ്സിലാക്കാത്ത തലതിരിഞ്ഞ് കുഴപ്പമുണ്ടാക്കണ്ട. ആ 3 തൊലാഖും ഒപ്പം ചൊല്ലാനുള്ളതല്ല. ഇനി ചൊല്ലിപ്പോയാലോ 3ഉം പോകും. അതിലാർക്കും തർക്കമില്ല. അഇമ്മത്തുൽ അർബഅക്ക് തർക്കമില്ലാത്ത വിഷയമാണ്. സമത്വ ഖണ്ഡിതമായി പറഞ്ഞതാ. ചുരുക്കത്തിൽ നമ്മുടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുന്ന പ്രവർത്തനമാണ് പരിശുദ്ധ ദീൻ ചെയ്തിട്ടുള്ളത്. ആ പ്രവർത്തനത്തിനാണ് നമ്മുടെ സമൂഹത്തിന്റെ ഊർജ്ജവും അതുപോലെ തന്നെ സമൂഹത്തിന്റെ പ്രവർത്തനവും ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ അഭിപ്രായ സമന്വയം നടത്തുന്നത്. കൂട്ടത്തിലൊരു കാര്യം അവസാനമായി പറയട്ടെ, ഇതൊന്നും നമ്മുടെ നാട്ടിലെ സൗഹൃദം തകർക്കുന്ന പ്രവർത്തനമാകാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ സൗഹൃദം എന്ന് പറയുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ചു നിൽക്കുന്ന പാരമ്പര്യമാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്നത് പാലക്കാട്ടെ കോട്ട മൈതാനിയില്ല. നമ്മുടെ രാജ്യത്ത് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന മനുഷ്യൻ തീർത്ത സൗഹൃദത്തിന്റെ ചിത്രം നിങ്ങൾ പഠിക്കണം. ആ ടിപ്പു സുൽത്താൻ ഈ രാജ്യത്ത് വൈദേശിക അധിനിവേശികൾക്കെതിരെ പൊരുതി ധീരമായി സമരം ചെയ്തുകൊണ്ട് നെഞ്ചത്ത് വെടിയേറ്റ് വാങ്ങി മരിച്ചു വീണ മഹാനാണ്.
ആ മഹാനായ ടിപ്പു സുൽത്താന്റെ പിന്മുറക്കാരെ നോക്കിക്കൊണ്ട് ദേശസ്നേഹം അളക്കാനൊന്നും ആരും വരണ്ട കേട്ടോ. ഈ സമൂഹത്തിന്റെ ദേശസ്നേഹം ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ടിപ്പുവിന്റെ കോട്ടയുണ്ടല്ലോ, ഒന്ന് മൈസൂരിൽ ശ്രീരംഗപട്ടണത്ത് ഒന്ന് പോയി നോക്ക്. ശ്രീരംഗപട്ടണം കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നാൽ ഒരു അമ്പലം കാണാം, പള്ളിയും കാണാം. എന്തിനാണ് അമ്പലം? ടൂറ് പോകുന്ന അധ്യാപകരോട് വരെ കുട്ടികൾ ചോദിക്കും, പുസ്തകത്തിലൊക്കെ ടിപ്പു വർഗീയവാദിയാണല്ലോ സർ, ഇവിടെ വന്നപ്പോൾ ടിപ്പുവിന്റെ കോട്ടയിൽ ടിപ്പുവിന്റെ ചെലവിൽ അമ്പലം, അതെന്തിനാ? ടിപ്പുവിന്റെ തന്റെ സ്വന്തം സൈന്യത്തിൽപ്പെട്ട അപ്പാജി റാബുവിനും അതുപോലെ തന്നെ ടിപ്പുവിന്റെ കേന്ദ്ര സേനയിലെ അമുസ്ലിങ്ങൾക്കും ആരാധിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ടിപ്പു ഖജനാവ് വരെ ഒരു അമുസ്ലിമിനെ ഏൽപ്പിച്ചിരുന്നു. നമ്മൾ ചരിത്രം പഠിക്കണം. ആ രീതിയിൽ ടിപ്പു സുൽത്താൻ രാജ്യത്ത് കാഴ്ചവെച്ച സൗഹൃദത്തിന്റെ മണ്ണ്, ആ വിളനിലത്തിന്റെ പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്, ഇവിടെ നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ പോലും വർഗീയത ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം അറിയാതെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ 1206 മുതൽ 1857 വരെ നീണ്ട കാലത്തോളം ഇന്ത്യ ഭരിച്ച മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം പഠിക്കുന്ന നിങ്ങൾ, ജഹാംഗീർ എന്ന് പറയുന്ന ഒരൊറ്റ ചക്രവർത്തി മാത്രം വാരാണസിയിൽ 70 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ അനുവദിച്ചു എന്ന് പറയുന്നു. അവിടെ ഒന്നും മുസ്ലിങ്ങൾ മാത്രമായില്ലല്ലോ, എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായല്ലോ. ഒരു ഗർവാപസി മുസ്ലിങ്ങൾ നടത്തിയില്ലല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ പഴയകാല ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചുപോയി നോക്ക്, സമയത്തിന്റെ കുറവുണ്ട്. മലപ്പുറം ജില്ലയിലേക്ക് വാ, മൂന്നിയുള്ള കളിയാട്ടക്കാവെന്ന് കാണണം നിങ്ങൾ. വലിയുള്ളാഹി കുത്തുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മമ്പുറത്ത് തങ്ങളുടെ മുമ്പിലേക്ക് തിരുവാന്താങ്ങുന്ന ദേവി കുടുംബത്തിലെ പെണ്ണ് വന്നിട്ട് പടി അടച്ച് പിണ്ടം വെച്ച ഈ പാവം പെണ്ണ് തങ്ങളുടെ പടിക്കൽ വന്ന് മുട്ടി വിളിച്ചിട്ട് കരഞ്ഞു, തങ്ങളെ എനിക്കൊരിടം വേണം. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് ഇടം കൊടുത്തു. ആ പെണ്ണിന് മൂന്നിയൂർ കളിയാട്ടക്കാവിൽ ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ദേവി കുടുംബത്തിലെ പെണ്ണ, എനിക്ക് ഉത്സവം നടത്തണം. തങ്ങൾ ഡേറ്റ് നിശ്ചയിച്ചു കൊടുത്തു, ഇടവം 15. ആ സമൂഹം ഇന്നും മമ്പുറത്തെ മക്കാവിൽ വന്ന് പ്രാർത്ഥിച്ച് മമ്പുറത്തെ തമ്പുരാനെ എന്ന് പറഞ്ഞ് വിളിച്ചൊരു കളിയും കളിച്ച് അവിടെ കാണിക്കിട്ടാ പോകുന്നത്. അതിന്റെ ശരിതെറ്റുകളിലേക്കല്ല ഞാൻ പോകുന്നത്, മറിച്ച് ഇന്നും മമ്പുറത്തെ തങ്ങളെ അവർ സ്നേഹിക്കുന്നു. ആ സൗഹൃദം മലപ്പുറത്ത് നിലനിൽക്കുന്നു. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ലോകത്ത് മനുഷ്യൻ തീർത്ത ഈ സൗഹൃദത്തെ എന്തിനാണ് നമ്മൾ തകർക്കുന്നത്? സാമൂതിരി മഹാരാജാവിന്റെ കാലത്ത് KV കൃഷ്ണയ്യർ എഴുതിയില്ലേ അദ്ദേഹത്തിന്റെ പേന കൊണ്ട്? സമോരിൻ, സാമൂതിരിയെ കുറിച്ച് അദ്ദേഹം എഴുതി, സമോരിൻ ആക്ച്വലി ഓർഡേർഡ്, സാമൂതിരിപ്പാട് കൃത്യമായും ഉത്തരവിട്ടു 1 or 2 members of fisherman family to become Muslim. മുക്കുവ സമുദായത്തിലെ 1 or 2 ആളുകൾ മുസ്ലിങ്ങളാവണം ഉത്തരവിട്ടു സാമൂതിരി. KV കൃഷ്ണയ്യർ പറയുന്നത് ഞാനല്ല. KV കൃഷ്ണയ്യർ അദ്ദേഹം എഴുതിയ വാക്കുകൂടി, the Arabs not only made Calicut in a greatest part on the west coast of India, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രദേശമായിട്ടല്ല അന്നത്തെ അറബികൾ കോഴിക്കോടിനെ വളർത്തിയത്, പിന്നെയോ they even helped to spread the name and fame of the Zamorin to Europe. യൂറോപ്പിലേക്ക് വരെ സാമൂതിരിയുടെ പ്രസിദ്ധി പരക്കാൻ അവർ കാരണമായി. അത് പരത്തി അതല്ലേ ഖാദി മുഹമ്മദിന്റെ ഫതഹുൽ മുബീൻ. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? വഇന്നഹാദി ഖിസ്സത്തുൻ നജീബ ഫീ ശറഹി ഹർബിൻ ശഅനുഹാ വരീബ ബൈനൽ മുഹിബ്ബിൽ മുസ്ലിമീന സാമിരി വബൈന ഖസ്മിഹിൽ ഫറഞ്ചിൽ കാഫിരി. പറങ്കികളും മുസ്ലിങ്ങളും തമ്മിലുള്ള കൂട്ടായ്മയുടെ ചരിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് സാമൂതിരിയെ പുകഴ്ത്തിക്കൊണ്ടൊരു മുസ്ലിം പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാൻ ഒരു കവിത എഴുതാന്ന് പറയുമ്പോൾ ഹിന്ദു മുസ്ലിം ബന്ധത്തിന്റെ മനോഹരമായ മാർഗമല്ലേ അത്? ആ ബന്ധം നമ്മൾ മറക്കാൻ പാടുണ്ടോ? ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്നും ആ സൗഹൃദത്തിലാണ് നിൽക്കുന്നത്, ആ ബന്ധത്തിലാണ് നിൽക്കുന്നത്. എനിക്കറിയാം, വാഫി എഡ്യൂക്കേഷൻ കോംപ്ലക്സിന്റെ വാഫി കോഴ്സിന്റെ ഒരു PG ക്യാമ്പസിന് വേണ്ടി പിരിവിന് ഖത്തറിൽ ചെല്ലുമ്പോ അവിടെ വലിയൊരു പ്രോജക്റ്റ് 15 ഏക്കർ സ്ഥലം കാളികാവിലെ ബാപ്പു ഹാജി ഏൽപ്പിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. ഒരു വലിയ കോംപ്ലക്സ് വരാൻ പോവാ. ആ കോംപ്ലക്സിന് വേണ്ടി 8 ലക്ഷം രൂപ ഒരു ക്ലാസ് റൂമിന്റെ മുഴുവൻ ചെലവും കൊടുത്തത് മലപ്പുറം ജില്ലക്കാരനായ ഒരു ബാലകൃഷ്ണൻ ഖത്തറിലെ ഒരു ബിസിനസ്സുകാരനാണ്. ഒരു കാർപ്പന്ററായി വളർന്ന് ഉയർന്നു വന്ന ബാലകൃഷ്ണൻ 8 ലക്ഷം രൂപ കൊടുത്തു. ബാലകൃഷ്ണൻ എന്തിനാ ഒരു മുസ്ലിം പണ്ഡിത സഭ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ പൈസ കൊടുക്കേണ്ട കാര്യം എന്താ? അതാണ് ബാലകൃഷ്ണന്റെ മലപ്പുറം ജില്ലയുടെ ഹിന്ദു മുസ്ലിം ബന്ധത്തിന്റെ പൈതൃക പ്രതീകം. കോഴിക്കോട്ടെ ഒരു പത്രപ്രവർത്തകനുണ്ട് A. സജീവൻ. അയാൾ എഴുതിയ ഒരു പുസ്തകം ഒരു അമുസ്ലിമിന്റെ പ്രിയപ്പെട്ട ഇസ്ലാം. എന്തിനാ സജീവൻ അമുസ്ലിമിന്റെ പ്രിയപ്പെട്ട ഇസ്ലാം എഴുതുന്നത്? ഈ കത്തുന്ന തീയിലേക്ക് ആ തീയെ കെടുത്താനുള്ള ചെറിയ ചെറിയ ശ്രമങ്ങളുടെ ഭാഗമാണത്. ഒരിക്കലും വർഗീയത ആളി കത്തിപ്പിക്കരുത്. അതാണ് നമ്മൾ വേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം എന്റെ മനസ്സിൽ തട്ടിയതുണ്ട്. വേപ്പൂരിൽ ഒരു ഉരു പോയി നേരെ ലക്ഷദ്വീപിലേക്ക് അത് മുങ്ങിപ്പോയി. ആ ഉരുവിൽ 2 പേരുണ്ടായിരുന്നു, 2 അമുസ്ലിം സുഹൃത്തുക്കൾ, ഒന്ന് ഭാസ്കരൻ ഒന്ന് കെനി. രണ്ടാളും മുങ്ങി. ഫ്ലോട്ടിംഗ് ട്യൂബിലാണ് അവർ 2 ദിവസം നടന്നത്. ഫ്ലോട്ടിംഗ് ട്യൂബിൽ നമുക്കറിയാം, വിമാനത്തിലൊക്കെ നമ്മളെ കഴുത്തിലിട്ട് കാണിച്ചിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ വൃത്തത്തിലുള്ള ഫ്ലോട്ടിംഗ് ട്യൂബ്. അതിൽ അവസാനം അവർ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോഴാണ് ഉൾക്കടലിൽ നിന്ന് മത്സ്യം പിടിച്ച് കടന്നു വരുന്ന താനൂരിലെ ചെറ്റപ്പുരയിൽ താമസിക്കുന്ന 2 പാവങ്ങൾ, കാളാട്ട് ബഷീറും കോയമോനും. ആ 2 ജീവൻ തുടിക്കുന്നവരെ കണ്ടപ്പോൾ വിളിച്ചു കയറ്റി അവരെ വാരിയെടുത്ത് തോണിയിലിട്ടു. തോണിയിൽ മത്സ്യവുമുണ്ട്, പക്ഷേ
തൊട്ടു നോക്കുമ്പോൾ മരിക്കാറായിട്ടുണ്ട്, വെള്ളവും കുടിച്ചിട്ടുണ്ട്, ഉപ്പുവെള്ളം. ആ സാധുക്കളെ വേഗം കരക്കെത്തിക്കാഞ്ഞാൽ ജീവൻ പോകും. കാളാട്ട് ബഷീറും കോയമോനും ആ 2 ഹിന്ദു സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി 1.5 ലക്ഷം രൂപ വിലയുള്ള മത്സ്യം കടലിലേക്ക് തട്ടി. 1.5 ലക്ഷം രൂപക്ക് എല്ലാവരും വില കൊടുത്തത് 2 ഹിന്ദു സുഹൃത്തുക്കളെ ജീവന. ആ ജീവിതത്തിന് വേണ്ടി തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ തട്ടിയിട്ട് കൊണ്ടുപോയ അവരെ കുറിച്ച് ഓർത്തു നോക്ക് നിങ്ങൾ. അതല്ല മനുഷ്യത്വം, അതാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വത്തിന്റെ ഭൂമിയിൽ നിന്ന് മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കുന്ന ഏർപ്പാടല്ല ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത പണി എന്താ? മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ എല്ലാ കാലത്തും സൗഹൃദത്തിന് കേളികെട്ടൊരു പ്രദേശമാണല്ലോ കൊടിഞ്ഞി. ആ കൊടിഞ്ഞൊരു സുഹൃത്തിനെ കൊന്ന് കൊല വിളിച്ചു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് അപകടകരമായ കാര്യമല്ലേ? നിങ്ങൾ ചിന്തിക്ക്. എന്നിട്ട് നമ്മളെ മുഖത്ത് നോക്കി പറയുന്നു, നമ്മുടെ ശരീരത്തിന് വേണ്ടി ശബ്ദിച്ചാൽ, നമ്മൾ 44 വകുപ്പിനെതിരായാൽ നമ്മുടെ രാജ്യദ്രോഹികൾ. ഞങ്ങളെ രാജ്യദ്രോഹവും രാജ്യസ്നേഹവും നിങ്ങൾ പഠിപ്പിക്കണ്ട. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, സമത്വ കേരള ജമിയത്തിലൂടെ ഉയർന്ന മുശാവറ മെമ്പർമാരായിരിക്കുന്ന മുഴുവൻ, എം.ടി. ഉസ്താദ് അടക്കമുള്ള സമത്വ ഉപാധ്യക്ഷനടക്കമുള്ള മഹത്തുക്കൾ ഇവിടെയുണ്ട്. ഇവരുടെ ഒരു പൂർവികരുണ്ടായിരുന്നു. അതിൽപ്പെട്ട മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഈ സമൂഹത്തിന്റെ ദർസി സമ്പ്രദായത്തിന്റെ സമൂഹത്തിന്റെ വളർച്ചയിൽ സമത്വ ചെയ്ത ഏറ്റവും വലിയ സേവനം ഇൽമു പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഈ സമൂഹത്തിന് ഇൽമു കൊടുത്തു എന്നുള്ളതാണ്. ഇൽമിന്റെ വളർച്ചയുടെ കേദാരമായ ദർസി സമ്പ്രദായത്തിന് കേരളത്തിൽ ശരിക്ക് അടിത്തറവാകിയ ബഹുമാനപ്പെട്ട മഖ്ദൂം ഒന്നാമൻ അബൂ യഹ്യ സൈനുദ്ദീൻ ബിൻ അലി, ആ മഹാനുഭാവൻ പോർച്ചുഗീസ് ആധിപത്യം ഇവിടെ വന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് തഹ്രീദ് അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദ് സുൽബാൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകം, ഈ വിദേശികൾ ഇവിടെ നിന്നാൽ അപകടമാണ്, ഈ വിദേശികളെ തുരത്താൻ നിങ്ങൾ സമരം ചെയ്യണം, അതൊരു ജിഹാദാണെന്ന് പറഞ്ഞു. ഇത് കെട്ടുകഥയല്ല. ബഹുമാനപ്പെട്ട മഖ്ദൂം ഒന്നാമന്റെ തഹ്രീദ് ഒന്ന് വായിക്കും നിങ്ങൾ. ആ തഹ്രീദിന് തുല്യമായി വൈദേശിക അധിനിവേശികൾ കാലുകുത്തിയപ്പോൾ അവരെ പുറത്താക്കണമെന്ന് പറയുന്നൊരു വാചകം എഴുതിയ ആൾക്കാരുണ്ട് അവിടെ. എന്താ മഖ്ദൂം പറഞ്ഞത്? ഈ കൗമിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫയാ അഹ്ല ഇസ്ലാമിൻ വ ഉമ്മത അഹ്മദി ഹലുമ്മു ഇലാ ഹാദൽ ജിഹാദി ബിഹിമ്മതി. ഈ ജിഹാദിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരണം, ഇവരെ നമുക്ക് പുറത്താക്കണം എന്നാ പറഞ്ഞത്. ഫഫീഹി റിളൽ ഖല്ലാഖി വൽ ഖൽഖി ഇൻസിഹിം വജിന്നിം വവഗ്ശിം വതുയൂരി വദാബതി. ഈ സമരമുഖത്തേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ സകല ജീവജാലങ്ങളും തൃപ്തിപ്പെടും. അല്ലാഹുവിന്റെ സന്തോഷമല്ല, സകലരും തൃപ്തിപ്പെടും. വലാ തജ്അലൂ ഇഫ്റൻ ജയ ഖൗമി ഔലിയാ വഇൻ ഖിഫ്തുമുഹൽ കൻ വഫൗതാ തിജാറതി. കച്ചവടം നഷ്ടപ്പെട്ടാലും ജീവൻ പോയാലും പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതണം നിങ്ങൾ. ഫഇൻ തുഹ്മിലൂ ഹാദൽ ജിഹാദ ഖസിർതുമു ഐനാദാരി ദുനിയാ സുമ്മ ഉഖ്റാ ബിഹസ്റതി. ഈ ജിഹാദിന് നിങ്ങൾ വരുന്നില്ലെങ്കിൽ, എന്റെ വാക്ക് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിച്ച് സമരത്തിനൊക്കെ പോർട്ടുഗീസുകാരെ അറബിക്കടൽ അപ്പുറം കടത്തി ഈ സമൂഹത്തിന്റെ പൂർവികന്മാർ. നിങ്ങൾ നോക്ക്, ഖുത്ബുസ്സമാൻ വലിയുല്ലാഹി മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മൗലദ് ദവീല അസ്സൈഫുൽ ബത്താർ അലാമ യുവാലിൽ കുഫാർ വയത്തഖിദുഹും മിൻ ദൂനില്ലാഹി വൽ മുഅ്മിനീന അൻസാർ എന്ന ഗ്രന്ഥം എഴുതിക്കൊണ്ട് പോർച്ചുഗീസുകാരെ പോലെ തന്നെ പിൽക്കാലത്ത് വന്ന ബ്രിട്ടീഷുകാരൻ നാട് കടത്താൻ ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ മകനെ ഏറ്റുപിടിച്ചു. സയ്യിദ് ഫളൽ ഉദ്ദത്തുൽ ഉമറാഇ വൽ ഹുകാം ലിഹാനത്തിൽ കഫറത്തി വഅബദത്തിൽ അസ്നാം എന്ന ഗ്രന്ഥം എഴുതിക്കൊണ്ട് ബ്രിട്ടീഷുകാരൻ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു. അപ്പോഴാ കനോലി സാഹിബ് ആ പുസ്തകം നിരോധിച്ചത്. ആമനുമാന്റെ അകത്ത് പരീക്കുട്ടി മിസ്ലാർ എന്ന് പറയുന്ന ഇവരുടെ പൂർവികനായ ഒരു പണ്ഡിതൻ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ ഫീ തർക്കിൽ മുവാലാത്തി ലിഅദാഇ ദീൻ വ നുസ്റത്തി ഖിലാഫത്തി സയ്യിദുൽ മുർസലീൻ വ തൻസീഹി ജസീറത്തുൽ അറബി മിനൽ മുശ്രിക്കീൻ എന്ന പുസ്തകം എഴുതി. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. താനൂരിലെ അദ്ദേഹത്തിന്റെ ദർസ് പോലും മുടങ്ങിയത് അതുകൊണ്ടാണ്. പഠിക്കണം നിങ്ങൾ. ആലി മുസ്ലാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ ഒരൊറ്റ മനുഷ്യൻ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പൊരുതിയപ്പോൾ തിരുരങ്ങാടി പള്ളി കേന്ദ്രീകരിച്ചപ്പോ ഒരു ആലി മുസ്ലിയാരെ പിടിക്കാൻ ഇന്ത്യ കണ്ട പട്ടാളത്തിലെ പ്രഗൽഭൻ മുഴുവൻ വന്നു. ഇന്ത്യ കണ്ട പട്ടാളത്തിലെ പ്രതിഭകൾ മുഴുവൻ വന്നു. ആരൊക്കെ അവിടെ വന്നത്? തിരുരങ്ങാടി പള്ളി വളയാൻ വന്ന റാഡ്ക്ലിഫ്, മേജർ ഹോപ്പ്, ഹിച്ച്കോക്ക്, ഹാമു സൂപ്രണ്ട്, കേണൽ ഹംഫ്രി, ഇവരൊക്കെ വന്നു. എല്ലാവരും വന്നിട്ടാ പിടിക്കാൻ നിന്നത്. ആലി മുസ്ലിയാരെ പള്ളി പൊളിക്കുമെന്ന് കണ്ടപ്പോഴാണ് കീഴടക്കാൻ പറ്റിയത് അവർക്ക്. ഈ തലമുറയിൽ ഈ ചരിത്രങ്ങളൊക്കെ ഓർക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ സമൂഹം 44-ാം വകുപ്പ് എന്ന് പറയുന്ന മതസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന വകുപ്പ് എടുത്തു നീക്കണമെന്ന് പറയുമ്പോ അത് രാജ്യദ്രോഹമായി ചിത്രീകരിച്ച മുസ്ലിങ്ങളെ വേട്ടയാടാൻ ഭാവമെങ്കിൽ ഞങ്ങളെ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കാനും വളർന്നിട്ടില്ല എന്നാണ് പറയും. ഞങ്ങളെ പൂർവികന്മാർ പഠിപ്പിച്ച രാജ്യസ്നേഹമുണ്ട് ഇവിടെ. ഫൈസലിനെ കൊന്നതൊക്കെ നമ്മുടെ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാനാ. പക്ഷെ അതുകൊണ്ട് എന്താ മാറ്റം ഉണ്ടായത്? ഫൈസലിന്റെ വീട് എത്ര പേര് സന്ദർശിച്ചു? ഫൈസലിനെ എത്ര പേര് സഹായിച്ചു? സത്യത്തിൽ മതം മാറുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ അവന്റെ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആണ്. അങ്ങനെ മതം മാറാൻ അവൻ നിർബന്ധിതനായത് ആരും നിർബന്ധിച്ചിട്ടല്ല. റിയാദിൽ ജോലി ചെയ്യുന്നു, അവൻ മതത്തെ കുറിച്ച് പഠിച്ചു, ആരും അവനെ നിർബന്ധിച്ചിട്ടില്ല, അവന്റെ കുട്ടികളെ നിർബന്ധിച്ചിട്ടില്ല. സ്വയം ഇഷ്ടപ്രകാരം മാറി. അങ്ങനെ മാറിയ ഒരു മനുഷ്യനെ അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താൻ പാടുണ്ടോ? പിന്നെ ഭരണഘടനക്ക് എന്ത് അർത്ഥമാണുള്ളത്? ആ മതം മാറിയാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞവരുണ്ട്, ഭീഷണിയുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവൻ ഒരിക്കലും മാറിയില്ല. പള്ളിയിലെ ഉസ്താദിനോട് വരെ അവൻ പറഞ്ഞിരുന്നു എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. അവൻ മാറിയില്ലല്ലോ. ഞാൻ ഓർത്തുപോയത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളെയാണ്.
മഹാനവറുകൾ റോമിലെ കൈസർ രാജാവിനെ നിർത്തിയിട്ട് നീ മുസ്ലിം ആകുന്നതിൽ നിന്ന് പിന്തിരിയണം, നീ ആ മതം കൈയൊഴിച്ചാൽ നിന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞു ഹുദാഫയോട്. ഹുദാഫ പറഞ്ഞു ഞാൻ മാറൂല, ഞാൻ മുസ്ലിം തന്നെയായിരിക്കും. രാജാവ് കുരിശിൽ തറച്ചിട്ട് അമ്പെയ്തു. എന്നിട്ട് പറഞ്ഞു നീ മതം മാറുന്നോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നീ ക്ഷണിക്കുന്നത് എവിടേക്കാണെങ്കിലും ശരി, ഇന്നൽ മൗത അഹബ്ബു ഇലയ്യ അൽഫ മർറത്തി മിമ്മാ തദ്ഊനി ഇലൈക്, നീ ക്ഷണിക്കുന്ന എവിടേക്കാണെങ്കിലും അതിനേക്കാൾ ഇഷ്ടം എനിക്ക് മതം മാറുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം മരണമാണ് 1000 തവണ. അവസാനം നിനക്ക് എന്ത് വേണമെങ്കിൽ തരാന്ന് പറഞ്ഞു. നിനക്ക് രാജ്യത്തിന്റെ പകുതി തരാം, മതം മാറും. അയാളെ മനസ്സിലെത്ര ഈമാൻ എന്ന് പരിശോധിക്കുക. അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, അബ്ദുല്ലാഹി ഉദാഫത്തു സഹ്മി റളിയല്ലാഹു തആല അൻഹു, വല്ലാഹി ലൗ അഅതൈതനി ജമീഅ മാ തംലിക്, നീ കൈയടക്കിയത് മുഴുവൻ എനിക്ക് തന്നാലും വജമീഅ മാ മലക്കത്തുൽ അറബു അലാ അൻ അർജ അൻ ദീനി മുഹമ്മദിൻ തർഫത ഐൻ മാ ഫഅൽതു, ഈ ദീനിന്ന് ഒരു ഇഞ്ച് മാറാൻ നീ എന്നെ നിർബന്ധിച്ച് എന്ത് തന്നാലും ശരി ഞാൻ മാറൂല. അവസാനം അദ്ദേഹത്തെ ഒരു കുരിശിൽ നിന്ന് ഇറക്കിയിട്ട് പിന്നെ വലിയൊരു ചട്ടി കൊണ്ടുവന്ന് ചട്ടിയിൽ എണ്ണ തിളപ്പിച്ചിട്ട് എണ്ണ തിളപ്പിച്ചിട്ട്, എണ്ണ ബോയിലും പോയിന്റ് കൂടുതലാണല്ലോ, എണ്ണ ഇങ്ങനെ തിളപ്പിച്ചിട്ട് എണ്ണയിലേക്ക് ഒരു തടവുള്ളിയെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു. അയാൾ ഇങ്ങനെ പൊട്ടിച്ചിതറി. എന്നിട്ട് നിന്നെയും അതിൽ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കരഞ്ഞുപോയി. കരഞ്ഞപ്പോ രാജാവ് ചോദിച്ചു നിനക്ക് നേരത്തെ ഈ മതം മാറാമായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു ഞാൻ മതം മാറിയതല്ല, ഞാൻ കരഞ്ഞത് എന്നെ നിങ്ങൾ കരിക്കുമെന്ന് കരുതിയിട്ടല്ല, പൊരിക്കുമെന്ന് കരുതിയിട്ടല്ല. എന്റെ രോമകൂപത്തിന്റെ തുല്യം എനിക്ക് അംഫുസുൻ, എനിക്ക് റൂഹ് വേണം, എനിക്ക് ആത്മാ, എന്റെ രോമമൊക്കെ ജീവനാകണം. അള്ളാന്റെ മാർഗത്തിൽ ഓരോന്നോരോന്നായി ചട്ടിയിലിടണം. എനിക്ക് ഒരിക്കലേ മരിക്കാൻ പറ്റുള്ളൂ. ഈ 1000 മരണം എനിക്ക് വേണം, അതിന് കഴിയില്ലല്ലോ. ഈ മരിച്ചാൽ എന്റെ സേവനം ദീനിന് വേണ്ടി ചേർന്നല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പറഞ്ഞപ്പോ റോമ ഭരിക്കുന്ന, ചോദ്യം ചെയ്യപ്പെടാത്ത ഇന്നത്തെ അമേരിക്ക പോലെ നിൽക്കുന്ന ഭരണാധികാരി പോലും തല കുനിച്ചുകൊണ്ട് പറഞ്ഞു ഹല്ലക അൻ തുഖബ്ബില റഅസി, എന്റെ തലമ നിനക്കൊന്ന് ചുംബിക്കാൻ പറ്റുമോ? ഈ ധൈര്യം വല്ലാത്ത അപാരമാണ്, നീ എന്നൊന്ന് ചുംബിക്കുമോ എന്ന് ചോദിച്ചു. താരീഖിലുണ്ട്, പഠിക്കണം. അപ്പോഴാണ് ആ രാജാവിന്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചുംബിക്കൂല, നിന്റെ തല ചുംബിക്കാം, പക്ഷേ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് നിന്റെ തടവിലുണ്ട്, എല്ലാവരെയും വിട്ടുതരുമോ? തരാം, നിന്റെ ധൈര്യം എന്നെ കീഴടക്കി. രാജാവ് മുട്ടുകുത്തിങ്ങനെ നിന്നു കൊടുക്കുക. അബ്ദുല്ലാഹിബ്നു ഹുദാഫ തല ചുംബിക്കുന്നു. എല്ലാവരെയും വിട്ട് അദ്ദേഹം വൈജയന്തിയുമായി കടന്നു വരുന്നു. ഉമർ തങ്ങൾ ഇതറിഞ്ഞപ്പോ ഖലീഫ പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, നമുക്ക് അതിർത്തിയിലേക്ക് പോകണം, ഹുദാഫയെ സ്വീകരിക്കണം. ഹക്കുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യുഖബ്ബില റഅസ അബ്ദുല്ലാഹിബ്നു ഹുദാഫ, ഹുദാഫന്റെ തല ചുംബിക്കൽ നമുക്കൊക്കെ ചുമതലയാണ്. വഅന അബ്ദഉ ബിദാലിക എന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ ചുംബിച്ചുവെങ്കിൽ റോമ സാമ്രാജ്യത്തിന്റെ അധിപനെ തലകുനിപ്പിച്ച സമൂഹത്തിന്റെ പിന്മുറക്കാർക്ക് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ ആദർശത്തെ മാറ്റുരക്കാൻ വരുന്നവരെ മുട്ടുകുത്തിക്കാൻ ഒരു പ്രയാസമില്ലെന്ന് പറയാൻ ഈ സമൂഹത്തിന് കഴിയും. പക്ഷേ ഞങ്ങൾ ഒരിക്കലും നിയമം ലംഘിക്കില്ല. ഞങ്ങൾ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ, മതേതരത്വത്തിന്റെ മാർഗത്തിൽ ഇവിടെ നിലനിൽക്കുന്ന സൗഹൃദം തകർക്കാതെ, ഞങ്ങൾക്കറിയാം ഇസ്ലാം ഇവിടെ കടന്നു വന്നപ്പോ പള്ളി കെട്ടാൻ തിരുവഞ്ചി ശിവക്ഷേത്രത്തിന്റെ വെളിപ്പാടകല സ്ഥലം തന്നതും പള്ളി കെട്ടി തന്നതും കൊടുങ്ങല്ലൂർ തമ്പുരാനാണ്. ടിപ്പു സുൽത്താന്റെ കൂടെ വരെ അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ഒമ്പർദ്ധങ്ങൾക്ക് കൊന്നതായിരുന്നായിരുന്നു. നമ്മൾ ചിന്തിക്കണം, ഈ സൗഹൃദം ഞങ്ങൾ നിലനിർത്തും. ഒരു ഹിന്ദുവിനെയും വേദനിപ്പിക്കാതെ, ഒരു ക്രിസ്ത്യാനിയെയും വേദനിപ്പിക്കാതെ, അവരൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ഈ ഫാഷിസത്തിനെതിരെ നമ്മൾ പൊരുതും. ഒരു പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അതിനെതിരെ ശക്തമായ ഒരു ജനകീയ മുന്നേറ്റത്തിന് നിങ്ങളൊക്കെ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അധികം ദീർഘിപ്പിച്ച് പറയേണ്ട വിഷയമാണെങ്കിലും സമയത്തിന്റെ കുറവ് കൊണ്ട് മാത്രം ഇവിടെ ഒരുപാട് പ്രതിഭകൾ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമസ്ത ഒരിക്കലും ഇത്തരം ഒരു സമരം ഒരിക്കലും നടത്താറില്ല. പക്ഷേ ഇതൊരു സമരമല്ല, മറിച്ചൊരു സന്ദേശമാണ്, സമാധാനത്തിന്റെ സന്ദേശം. സൗഹൃദം തകർക്കാതെ, നിയമം ലംഘിക്കാതെ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ അവസരം വേണമെന്ന ഒരു അഭ്യർത്ഥന മാത്രമാണിത്. ഇത് സംഘടിപ്പിച്ച ജില്ലയിലെ നേതാക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.